പ്രൈസ് ലോർഡ്. വിമൺ ഫോർ ജീസസിൻ്റെ അനുഗ്രഹിക്കപ്പെട്ട ഒരു സെക്ഷനിലേക്ക് എല്ലാ പ്രിയമുള്ളവരാശോടെ ഞങ്ങൾ വെൽക്കം ചെയ്യാണ്. വളരെ അനുഗ്രഹിക്കപ്പെട്ട ഒരു സാക്ഷ്യം നമ്മൾ ഒന്നിച്ച് കേൾക്കാൻ പോവുകയാണ്. നമുക്ക് പ്രാർത്ഥിച്ച് ആരംഭിക്കാം. ചേർത്ത് പ്രാർത്ഥിക്കാം. പരിശുദ്ധ പിതാവേ, അനുഗ്രഹീതമാകുന്ന ഈ നല്ല സമയത്തിനായി ഞങ്ങളങ്ങ് സ്തുതിക്കുന്നു, വാഴ്ത്തുന്നു. തിരുസന്നിധിയിലേക്ക് ഒന്നിച്ച് അടുത്ത് വരുവാൻ തക്കവണ്ണം നീ ഞങ്ങളെ സഹായിക്കുന്ന നിൻ്റെ കൃപയ്ക്കായി സ്തോത്രം. പ്രത്യേകമായി കർത്താവെ, ഞങ്ങളുടെ നടുവിലേക്ക് കൂട്ടിക്കൊണ്ടുവന്നിരിക്കുന്ന അവിടുത്തെ പ്രിയ മകൾക്കായി ഞങ്ങളങ്ങ് സ്തുതിക്കുന്നു. തൻ്റെ ജീവിതാനുഭവങ്ങൾ ഞങ്ങൾക്ക് വലിയ ആത്മീയ ബലത്തിന് കാരണമായി തീരണം. ഞങ്ങളുടെ കുടുംബവശങ്ങളെ ക്ഷമിച്ച് ദൈവമഹത്വം ഞങ്ങളിലൂടെ വെളിപ്പെടണം. സഹായിച്ചേട്ടപ്പ, ശക്തീകരിച്ചേട്ടപ്പ. അപ്പോൾ പ്രത്യേകമായി കർത്താവ്, ഈ വീഡിയോ കാണുന്ന ഓരോ നിൻ്റെ മക്കൾക്കും ഈ സെഷനിൽ ഒരു അനുഗ്രഹത്തിന് കാരണമായി തീരണം. ലോകത്തിൻ്റെ വിവിധ ഭാഗത്തു നിന്ന് അറ്റൻഡ് ചെയ്യുന്ന എല്ലാ മക്കളെയും നീ അനുഗ്രഹിച്ചാട്ട്. ഞങ്ങളുടെ സിസ്റ്റർ നെറ്റ്വർക്ക് എല്ലാം അവിടുത്തെ കരങ്ങളിലേക്ക് ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. വൻ കാര്യങ്ങൾ നീ ചെയ്യാൻ പോകുന്നത് കൊണ്ട് സ്തോത്രം. സകല മാനവും സകല മുഖത്തോടത്തേക്ക് തരുന്നു. യേശു മൂലം ഞങ്ങൾ താഴ്മയായി ചോദിക്കുന്നു, കേൾക്കുമാറാകണമേ. ആമേൻ. ഇന്ന് നമ്മളോടൊപ്പം തന്നെ അത്ഭുത സാക്ഷ്യം പങ്കുവെക്കാൻ എത്തിയിരിക്കുന്നത് കേരളത്തിൽ നിന്ന് പ്രിയ സിസ്റ്റർ ശ്രീകലയാണ്. പ്രിയ സിസ്റ്റർ സ്നേഹത്തോടെ നമ്മുടെ പ്രോഗ്രാമിലേക്ക് സ്വാഗതം ചെയ്യുന്നു. പ്രൈസ് ലോർഡ് സിസ്റ്റർ. പ്രൈസ് ലോർഡ്. സുഖമായിട്ടിരിക്കുന്നേ? സുഖമായിട്ടിരിക്കുന്നു. എവിടെയെന്നാ ജോയിൻ ചെയ്തേ? കേരളത്തിൽ എവിടാ? കരുനാഗപ്പള്ളി, കൊല്ലം ജില്ലയിലെ കരുനാഗപ്പള്ളിയിൽ. ഓക്കെ. ഡോക്ടറാണ്. അതെ, സന്തോഷമുണ്ട്. കഴിഞ്ഞ ദിവസം നമുക്ക് സന്ദീപ് ഡോക്ടറുടെ സാക്ഷ്യം കേൾക്കുവാനിടയായി തീർന്നു. അപ്പോൾ ഡോക്ടർ ആ സാക്ഷ്യത്തിൽ തന്നെ പല കാര്യങ്ങളും പറയുന്നുണ്ട്. അതായത് സിസ്റ്ററുടെ ജീവിതാനുഭവങ്ങളെക്കുറിച്ച് ഒരു ചെറിയ സൂചനകളൊക്കെ തന്നു. നിങ്ങളുടെ വിവാഹത്തെക്കുറിച്ച് പറഞ്ഞു. അപ്പോൾ ആ സമയത്ത് തന്നെ നമുക്ക് വലിയ ആഗ്രഹമായിരുന്നു, അടുത്ത ദിവസം തന്നെ സിസ്റ്ററുടെ സാക്ഷ്യം കൊണ്ടുവരണം, നമ്മുടെ പ്രേക്ഷകരിലേക്ക് എത്തിക്കണം, അനേകർക്ക് അനുഗ്രഹമായി തീരും. ശരിക്കും ഈ സാക്ഷ്യങ്ങൾ കൊണ്ട് സിസ്റ്ററെ വലിയൊരു പ്രയോജനമുള്ളത്, ക്ഷീണിച്ചിരിക്കുന്ന വലിയ പ്രശ്നങ്ങളിലൂടെ നമ്മളെപ്പോലൊക്കെ കടന്നു പോകുന്ന അനേകരെ അത് ബലപ്പെടുത്തുന്നു. അനേകരെ ബലപ്പെടുത്തുന്നു. അതാ ഈ ഒരു ശുശ്രൂഷയുടെ ഒരു വലിയൊരു അനുഗ്രഹമെന്ന് പറയുന്നത്. നന്ദി പറയുക ആദ്യമേ. എനിക്കറിയാം തിരക്കുള്ള ദിവസമായിരുന്നല്ലേ? അതെ. രാവിലെ ഡ്യൂട്ടി ഒക്കെ ഉണ്ടായിരുന്നു. പിന്നെ കഴിഞ്ഞ് വീട്ടിലെ കുഞ്ഞുങ്ങളും ഒക്കെ ആയിട്ട് തിരക്കൊക്കെ. സർക്കാർ ഗവൺമെന്റ്? അതെ, ഗവൺമെന്റ്. അതെ, പി എസ് സി വഴി കിട്ടിയ അസിസ്റ്റന്റ് സർജൻ ആ പോസ്റ്റിന്റെ പേര്. എവിടെയാ? അതെ. ഏത് ഹോസ്പിറ്റലാ? ഇപ്പൊ ഹോസ്പിറ്റലാണോ അതോ? അതെ. കുടുംബാരോഗ്യ കേന്ദ്രം എന്നാ പറയുന്നത്. അഴീക്കൽ കുടുംബാരോഗ്യ കേന്ദ്രം, കൊല്ലം ജില്ലയിലെ അഴീക്കൽ കുടുംബാരോഗ്യ കേന്ദ്രത്തിലാണ് വർക്ക് ചെയ്യുന്നത്. ശരി, അസിസ്റ്റന്റ് സർജനായിട്ട് വർക്ക് ചെയ്യുന്നു. അതെ. ദൈവത്തിന് സ്തോത്രം. ദൈവം സഹായിക്കട്ടെ. സന്ദീപ് ഡോക്ടർ സൈക്കാട്രിസ്റ്റ് ആണ്. അനേകർക്ക് ആ സാക്ഷ്യവും അനുഗ്രഹമായി തീർന്നുകൊണ്ടിരിക്കുന്നു. ഞങ്ങൾക്ക് അന്ന് സാക്ഷ്യത്തിൽ കുറേ കാര്യങ്ങളൊക്കെ പറഞ്ഞു പ്രേക്ഷകർക്ക് അറിയാമെങ്കിലും സ്വാഭാവികമായിട്ടും ആദ്യമായിട്ട് പുതുതായിട്ട് ഈ വീഡിയോ കാണുന്നവർക്ക് വേണ്ടി ഒന്ന് പരിചയപ്പെടുത്തണമല്ലോ അല്ലേ? അതെ. നിങ്ങളിപ്പോൾ കരുനാഗപ്പള്ളിയിലാണ് താമസിക്കുന്നതെന്ന് നമുക്കറിയാം. പക്ഷേ സിസ്റ്റർ ജനിച്ചു വളർന്നതൊക്കെ എവിടെയാ? ഞാൻ നോർത്ത് ഇന്ത്യയിലാ ജനിച്ചു വളർന്നത്. നോർത്ത് ഇന്ത്യയിലെ ഛത്തീസ്ഗഡ്, ഭിലായി എന്ന് പറഞ്ഞ സ്ഥലത്ത്. അതെ. അവിടെ. അതെ. എന്റെ പേരൻസ് അവിടെ ആയിരുന്നു. പപ്പ ഭിലായ് സ്റ്റീൽ പ്ലാന്റിലും മമ്മി ഒരു KG ടീച്ചറും ആയിരുന്നു. സ്വന്തമായിട്ട് തന്നെ ഒരു ടീച്ചറായിരുന്നു. പിന്നെ 2 എൽഡർ ബ്രദേഴ്സും ഉണ്ട്. ഞങ്ങൾ എല്ലാവരും അവിടെ ആയിരുന്നു. ഞാൻ 12th വരെ അവിടെയാ പഠിച്ചത്, 12ാം ക്ലാസ് വരെ. ഓ ശരി. പിന്നാണ് മെഡിസിൻ ഒക്കെ പഠിക്കാനായിരിക്കും തിരിച്ച് വന്നത്? അതെ. മെഡിസിൻ എൻട്രൻസിന് റിപ്പീറ്റ് ചെയ്യാനായിട്ട് ഞാൻ ട്രിവാൻഡ്രത്ത്, എന്റെ ബ്രദർ അന്നേരം ഇവിടെ ട്രിവാൻഡ്രത്ത് BSNL വർക്ക് ചെയ്യുന്നുണ്ടായിരുന്നു. അപ്പം അദ്ദേഹത്തിന്റെ കൂടെ സ്റ്റേ ചെയ്തുകൊണ്ട് ഞാൻ എൻട്രൻസ് കോച്ചിങ്ങിനൊക്കെ പ്രിപ്പയർ ചെയ്യാനായിട്ട് ട്രിവാൻഡ്രത്ത് വന്നു. ശരി. അപ്പം പിന്നെ ഒരു വിശ്വാസ ജീവിതത്തിന്റെ ചുവടുകളൊക്കെ എന്നാ വെക്കാൻ തുടങ്ങിയത്? അതെ. അത് ശരിക്കും പറഞ്ഞാല് എന്റെ ഒരു പുഷ്പഗിരിയിലാണ് ഞാൻ രക്ഷിക്കപ്പെടുന്നത്. പുഷ്പഗിരിയിലാണ് ഞാൻ ആദ്യമായിട്ട് ബൈബിള് വായിക്കുന്നത്. എൻ്റെ ഒരു റൂംമേറ്റിന്റെ ബൈബിള് വായിക്കാനിടയായത്. എൻ്റെ ഹൃദയത്തിൽ ഒരു ശൂന്യത ഉണ്ടായിരുന്നു. അങ്ങനെ ഞാൻ റൂംമേറ്റ് ഞാനൊരു ഹിന്ദു ബാക്ക്ഗ്രൗണ്ടിന് ആയതുകൊണ്ട് ഒബ്വിയസ്ലി എൻ്റെ കയ്യിൽ ബൈബിൾ ഇല്ലായിരുന്നു. പക്ഷെ റൂംമേറ്റ് ഒരു ക്രിസ്ത്യൻ ആയിരുന്നു. പുള്ളിക്കാരി റൂമിന്റെ പുറത്തോട്ട് ഇറങ്ങുമ്പോൾ ഞാൻ ഒരു സമാധാനം കിട്ടാൻ വേണ്ടിയിട്ട് അങ്ങനെ പുള്ളിക്കാരിയുടെ ഇറങ്ങുമ്പോൾ എന്ന് പറഞ്ഞാല് മറ്റാരും കാണരുത് അല്ലേ? അതെ. അപ്പൊ നമുക്ക് ചെറിയ പ്രായം മുതലുള്ള അനുഭവം കേൾക്കണം. ഛത്തീസ്ഗഡ് മുതൽ
ചെറിയ ചെറിയ അതെ പ്രായത്തിലെ അനുഭവങ്ങൾ. സന്ദീപ് ഡോക്ടർ പറഞ്ഞപ്പോൾ അദ്ദേഹം പറഞ്ഞു അദ്ദേഹത്തിൻ്റെ ചെറിയ പ്രായത്തിലൊക്കെ ഒരു അന്വേഷണം, സത്യം അതെ അതെ അറിയാനുള്ള ഒരു ആഗ്രഹമൊക്കെ ഉണ്ടായിരുന്നു. അതെ അതെ അപ്പം അറിയണം ശ്രീകല സിസ്റ്ററുടെ ജീവിതത്തിൽ എങ്ങനെയാണ് അതെ ജീവിതം കർത്താവ് മുൻപോട്ട് നയിച്ചത്. അതെ അതെ എല്ലാം കേൾക്കാൻ ഞങ്ങൾ റെഡിയാണ് കേട്ടോ. അപ്പോൾ കണ്ടിന്യൂ താങ്ക് ചെയ്യുക, അത്യാവശ്യം ഉണ്ടെങ്കിൽ ഇടയ്ക്ക് ചോദ്യങ്ങൾ ചോദിക്കത്തുള്ളൂ. ഓക്കെ ഓക്കെ. ശരി. ആക്ച്വലി ഞാൻ ചെറുപ്പം മുതലേ എൻ്റെ ഫാദർ ഞങ്ങൾക്കിങ്ങനെ വൈകിട്ട് കുറച്ച് പ്രയറുകളും കാര്യങ്ങളും ഒത്തിരി ദൈവങ്ങളെയാണല്ലോ ഈ ഹിന്ദുക്കൾ ആരാധിക്കുന്നത്. അങ്ങനെ പലരുടെയും പേര് ഇങ്ങനെ പറഞ്ഞ് അരമണിക്കൂറോളം ഇരുന്ന് പലരുടെയും പേര് പറഞ്ഞുള്ള ഒരു ആരാധനയൊക്കെ ആയിരുന്നു ഞങ്ങളുടെ കൊച്ചുനാളി മുതലേ. അതില് എൻ്റെ ബ്രദേഴ്സ് ഒന്നും പങ്കെടുക്കത്തില്ലായിരുന്നു. ഞാൻ ഭയങ്കര ഹോൾ ഹാർട്ടഡ് ആയിരുന്നു ആ കാര്യങ്ങളിലൊക്കെ. ഫാദറിനെ ഒബേ ചെയ്യാനും ഫാദർ എന്തോ പറഞ്ഞാലും അതേപോലെ കേൾക്കാനും പിന്നെ ആം, പിന്നെ അമ്മയായിരുന്നു പഠിത്തത്തിന്റെ കാര്യത്തിലൊക്കെ ഭയങ്കര ഫോക്കസ് ചെയ്യാനായിട്ട്. ടീച്ചറും കൂടെ ആയിരുന്നല്ലോ, അതുകൊണ്ട് എന്ത് പറഞ്ഞാലും അതുപോലെ അനുസരിക്കുമായിരുന്നു. എല്ലാത്തിലും ഫസ്റ്റ് മേടിക്കാനും അങ്ങനത്തെ കാര്യങ്ങളൊക്കെ. അങ്ങനെ മീൻസ് ആ ഒരു പുറമെ എല്ലാവരുടെ മുമ്പിൽ ഒരു നല്ല ഒരാളായിട്ട് തന്നെ ഇരിക്കാൻ എപ്പോഴും ഒരു ആഗ്രഹമുള്ള ഒരു വ്യക്തിയായിരുന്നു ഞാൻ. അങ്ങനെ പോയിക്കൊണ്ടിരിക്കുമ്പോഴും എൻ്റെ ഹൃദയത്തിൽ എപ്പോഴും ആ ഒരു ദൈവത്തെ എനിക്ക് ഇത്ര അറിഞ്ഞാൽ പോരാ, എനിക്ക് ദൈവത്തെ ഒരു ഫ്രണ്ടായിട്ട് വേണം. ഒരു ഒരു ശൂന്യത എപ്പോഴും പ്രാർത്ഥിക്കുന്നതും ഒക്കെ ഉണ്ട്, പക്ഷെ ദൈവമൊന്നും ഇങ്ങോട്ട് എന്നോട് പറയുന്നില്ല. ഞാൻ അങ്ങോട്ട് പല കാര്യങ്ങളും ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുക, എനിക്ക് ദൈവത്തെ കാണണമെന്ന് ആഗ്രഹമുണ്ട്, പക്ഷെ കാണുന്നത് ഈ ഫോട്ടോകൾ മാത്രമേ ഉള്ളൂ. അവര് ഒന്നും സംസാരിക്കാൻ അറിയത്തില്ല, അവരിങ്ങനെ ഊമയായിട്ടിരിക്കുന്ന കുറെ ദൈവങ്ങൾ മാത്രമാണ് നമ്മൾ കാണുന്നത്. അപ്പം ഇങ്ങോട്ട് ഒന്നും മിണ്ടുന്നില്ല, നമ്മളിങ്ങനെ അങ്ങോട്ട് എന്തൊക്കെയോ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നു. അങ്ങനത്തെ ഒരു അപ്പൊ എനിക്കൊരു ഫ്രണ്ടായിട്ട് ദൈവം വേണം, ദൈവത്തിന്റെ കൂടെ നടക്കണം, അങ്ങനത്തെ ഒരു ആഗ്രഹം ചെറുപ്പത്തിലെ ഉണ്ടായിരുന്നു എനിക്ക്. മീൻസ് ഒരു ശൂന്യത എൻ്റെ ഹൃദയത്തില് ചെറുപ്പത്തിലേ ഉണ്ടായിരുന്നു. അങ്ങനെ ആ, പിന്നെ ഞാൻ ഈ പല പല നല്ല രീതിയിൽ നല്ല നല്ല കാര്യങ്ങളൊക്കെ ചെയ്യുന്നത് അത് എന്തോ ദൈവം എൻ്റെ കൂടെ ഉള്ളോണ്ടാ, അങ്ങനത്തെ ഒരു ചിന്ത ഒക്കെ ആയിരുന്നു എൻ്റെ മനസ്സിൽ. അത് ആം, പക്ഷേ ആക്ച്വലി ഞാൻ എൻട്രൻസ് കോച്ചിങ്ങിന് പഠിച്ച ഒരു സമയത്താണ് എൻ്റെ ജീവിതത്തിൽ ആദ്യമായിട്ടൊരു ബ്രോക്കൺനെസ് വരുന്നത്. അന്ന് ഇതുപോലെ ഞാൻ ഒരുപാട് കഷ്ടപ്പെട്ട് പഠിക്കുകയും ശ്രമിക്കുകയും ഉറക്കമുളയ്ക്കുകയും ഒക്കെ ചെയ്തെങ്കിലും ശരിക്കും ഞാൻ അന്ന് ട്രിവാൻഡ്രത്ത് ബ്രദർ ആണ്. അപ്പം അവിടെ ബ്രദർ മാരീഡായി. അപ്പം അവരുടെ ആൾക്കാരും ഒക്കെ ട്രിവാൻഡ്രത്തുണ്ട്. അവർക്കും ഒക്കെ ഭയങ്കര ആഗ്രഹമായിരുന്നു എനിക്ക് ട്രിവാൻഡ്രത്ത് കിട്ടുമായിരുന്നെങ്കിൽ ആ ഫാമിലി ആയിട്ടൊക്കെ. അപ്പൊ നമുക്ക് അങ്ങനെ അവരടിച്ചു പൊളിച്ച് ഇങ്ങനെ പോവാന്നൊക്കെ എനിക്കും അങ്ങനത്തെ ഒരു ഇതായിരുന്നു. പക്ഷെ അപ്പം ഇങ്ങനെ ഞാൻ ഉറക്കം ഒളിച്ച് ഈ പഠിച്ച ദിവസങ്ങളൊക്കെ ഓർമ്മയുണ്ട്. പക്ഷെ ആ ഒരു എൻട്രൻസിന്റെ എനിക്ക് ഒരു റിസൾട്ട് വന്നപ്പം എന്തോ കുറച്ചൊന്ന് അവിടെ ഒന്നും കിട്ടാത്ത എനിക്ക് വേറൊരു സ്ഥലത്തേക്ക്, അതായത് ദൈവത്തിന്റെ പ്ലാനാണല്ല അത്. എനിക്ക് ഞാനിപ്പം 100% എനിക്ക് ഉറപ്പാണ് ദൈവമാണ് ആ ഒരു റാങ്ക് തന്നെ എനിക്കെന്ന്. എനിക്ക് കാരണം കർത്താവിന് നമ്മുടെ ജീവിതത്തെ പറ്റി പല പ്ലാൻസും കാര്യങ്ങളും ഉണ്ട്. നമ്മളുടെ പ്ലാനുകളല്ല, കർത്താവിന്റെ പ്ലാനാണ് അവസാനം നിറവേറുന്നത്. നമ്മളുടെ ജീവിതത്തിൽ കർത്താവിനെ അറിയണമെന്നുണ്ടെങ്കിൽ ഒരു നുറുക്കം ഉണ്ടാവണം. ആ ഒരു നുറുക്കം ദൈവം അനുവദിച്ചു എൻ്റെ ലൈഫില്. ഒരു ചെറുപ്പത്തിലെ എൻ്റെ ആ ഒരു അന്വേഷണമൊക്കെ ദൈവം കണ്ടോണ്ടിരിക്കുമായിരുന്നു. എന്തായാലും കർത്താവ് എനിക്കായിട്ട് കാത്തിരുന്നു എന്ന് വേണം പറയാന്. 18 എനിക്ക് തോന്നുന്നു ആ ഒരു 18 വയസ്സുള്ളപ്പോഴാ എനിക്ക് പുഷ്പഗിരിയിൽ അഡ്മിഷൻ കിട്ടുന്നത്, 2005. അന്ന് അത്രേ നാൾ എനിക്ക് കർത്താവിന്റെ വചനങ്ങളും കാര്യങ്ങളും ഒന്നും അറിയത്തില്ലായിരുന്നു. അന്നേരമാണ് ആ ഒരു 2005 ആദ്യമായിട്ട് എനിക്ക് ഈ റൂംമേറ്റിന്റെ ബൈബിളൊക്കെ വായിക്കാൻ ഇടയാകുന്നത്. കർത്താവിനെ ഞാൻ ഇത്രയും നാള് അന്വേഷിച്ചുകൊണ്ട് നടന്ന ആ ഒരു ദൈവം യേശു ആണെന്നുള്ള കാര്യം എനിക്ക് 2005 ബൈബിള് വായിച്ചപ്പോഴാണ് മനസ്സിലായത്. അപ്പം അങ്ങനെ ശരിക്കും അത് അന്നേരം ഈ ഒരു നുറുക്കത്തിന്റെ ഒരു തുടക്കം ആ ഒരു എൻട്രൻസിന്റെ റിസൾട്ട് വന്നപ്പോഴായിരുന്നെങ്കിലും അത് കണ്ടിന്യൂ ചെയ്തു. അത് പുഷ്പഗിരി വന്നതിന് ശേഷവും ഒരുപാട് ആൾക്കാരും കാര്യങ്ങളും ഒക്കെ ഉണ്ട്. പലരും സീനിയേഴ്സ് ഒക്കെ ആയിട്ടൊക്കെ അങ്ങോട്ട് ചെന്ന് ഫ്രണ്ട്സ് ഒക്കെ ആകും. പിന്നെ അവര് തമ്മിൽ എല്ലാവരും ഒത്തിരി ഫ്രണ്ട്സും കാര്യങ്ങളും ഒക്കെ കാണും. പക്ഷെ എനിക്ക് അപ്പോഴും എനിക്ക് ദൈവം വേണം, എനിക്ക് ദൈവം ഇല്ലാതെ എനിക്ക്
മുമ്പോട്ട് ഒരു പടി പോലും പോകാനായിട്ട് കഴിയത്തില്ല എന്നുള്ള ഒരു അതായിരുന്നു എൻ്റെ ഹൃദയത്തിലൊരു അതുപോലെ ഒരു ശൂന്യത ഉണ്ടായിരുന്നു. അങ്ങനെ ഒരു സമാധാനം ഇല്ലായിരുന്നു. വീണ്ടും എൻ്റെ ഈ ഒരു ഉറക്കവളച്ചുള്ള ഒരു പഠനം അവിടെ ചെന്നും തുടർന്നു. അപ്പം നമ്മൾ ആ ഒരു എസ്പെഷ്യലി ആ ഒരു പുതിയൊരു അന്തരീക്ഷം എൻ്റെ ഫാമിലിയിൽ എൻ്റെ ഫാദറിന്റെ സൈഡിലും മദറിന്റെ സൈഡിലും ആരും ഡോക്ടേഴ്സ് ആയിട്ടില്ല, ഗൈഡ് ചെയ്യാനായിട്ട് അങ്ങനെ ആരും ഇല്ല. നമ്മളിങ്ങനെ എടുത്ത് ഒത്തിരി വലിയ വലിയ പുസ്തകങ്ങളെല്ലാം കൂടെ എടുത്ത് ഇങ്ങനെ ഇരുന്ന് പഠിക്കുകയും ഉറക്കം ഒളിച്ച് പഠിക്കുക. എന്നാലും നമ്മൾ കഷ്ടപ്പെട്ട് അധ്വാനിക്കുന്നത് ചെറിയൊരു ഫലങ്ങളൊക്കെ ഉണ്ട്. എന്നാലും അങ്ങനെ അങ്ങ് ഒരു ഫ്രൂട്ട്ഫുൾ ആയിട്ടുള്ള ഒരു അതല്ലായിരുന്നു. അപ്പൊ എനിക്ക് മനസ്സിലായി എന്തോ എൻ്റെ ജീവിതത്തില് കുറവുകളുണ്ട്. അതുപോലെ ഒരു ഞാനും ദൈവമായിട്ട് ഒരു അകൽച്ചയുണ്ട്. അത് ഫില്ല് ചെയ്ത് ആ ഗ്യാപ്പ് ഒന്ന് ഫില്ല് ചെയ്തേ പറ്റത്തുള്ളൂ. അങ്ങനെ ഒരു ഇത് ആയിരുന്നു. അപ്പം ചെറുപ്പം മുതലേ ആക്ച്വലി എൻ്റെ ഫാദർ, ഞാനൊരു ഹിന്ദു ഈഴവ ബാക്ക്ഗ്രൗണ്ടിൽ നിന്നാണ് വരുന്നത്. അപ്പം ഈ ഒരു ജാതി ഒരു മതം ഒരു ദൈവം മനുഷ്യന് അങ്ങനെ പറയും. പിന്നെ എൻ്റെ ഫാദറിന് കുറെ ക്രിസ്ത്യൻ ഫ്രണ്ട്സ് ഒക്കെ ഉണ്ടായിരുന്നു. അപ്പം അവര് ഇങ്ങനെ കർത്താവിന്റെ പടവും യേശുവിന്റെ പടവും അങ്ങനത്തെ കാര്യമൊക്കെ ഞങ്ങളുടെ വീട്ടിലും ഈ ഒരുപാട് ദൈവങ്ങളെ അവർക്ക് ആരാധിക്കുക, എൻ്റെ കൂടെ യേശു ഒരു ദൈവം എന്നുള്ള രീതിയിൽ അവർക്ക് ഇങ്ങനെ ആരെ കിട്ടിയാലും അവർ ആരാധിക്കുന്ന ആൾക്കാരാണ്. അങ്ങനെ യേശു അങ്ങനെ അപ്പൊ എനിക്കറിയാം യേശു ദൈവമാണെന്നുള്ള ഒരു ഇത് ഉണ്ട്, കേട്ടിട്ടുണ്ട്. അങ്ങനെ അപ്പൊ ഞാൻ പിന്നെ യേശുവിനെ കുറിച്ച് അറിയാം. അപ്പൊ പിന്നെ ബൈബിളിൽ യേശുവിനെ വാക്യങ്ങൾ കാണും. അപ്പം ഈ റൂംമേറ്റ് പുറത്തു പോകുമ്പോൾ ഞാൻ ഈ മത്തായി മർക്കോസ് ലൂക്കോസ് യേശു പറഞ്ഞ വാക്യങ്ങൾ ഏതൊക്കെയാ അതൊക്കെ എടുത്തു വെച്ച് ഇങ്ങനെ വായിക്കാനും ഒക്കെ തുടങ്ങി. അപ്പൊ അതിനകത്ത് കർത്താവ് പറയുന്ന ഒരുപാട് കാര്യങ്ങൾ എനിക്ക് ഇത്തിരി എൻകറേജിങ് ആയിരുന്നു. അതായത് അതായത് നിങ്ങളെ പാപങ്ങൾ ഏറ്റു പറഞ്ഞാൽ നിങ്ങൾക്ക് ദൈവം നിങ്ങളുടെ പാപങ്ങളെല്ലാം ക്ഷമിക്കും. കർത്താവ് ആണ് ഐ ആം ദ വേ ദ ട്രൂത്ത് ആൻഡ് ദ ലൈഫ് എന്ന്, ഞാൻ തന്നെ വഴിയും സത്യവും ജീവനും ആകുന്നു. അങ്ങനെ എന്നിലൂടെ അല്ലാതെ പിതാവിലേക്ക് ആർക്കും അങ്ങനെ പിതാവിന്റെ അടുത്തേക്ക് വരാനായിട്ട് കഴിയത്തില്ല. അങ്ങനത്തെ വാക്യങ്ങളൊക്കെ എനിക്ക് ഒത്തിരി സമാധാനം തന്നു. അതായത് ഒരു വഴിയുണ്ട്. ഇത്രയും നാൾ ഞാൻ വിചാരിച്ച വഴിയൊന്നും ഇല്ല, എവിടെയോ ദൈവം എവിടെ ഇരിക്കുന്നു, ഞാൻ എവിടെയോ ഇരിക്കുന്നു. പക്ഷെ ഒരാൾ ഒരു വഴി തുറന്നു. അപ്പൊ എനിക്ക് ഒത്തിരി സന്തോഷമായിരുന്നു. ഈ ഒരു ദൈവത്തിലേക്ക് ഒരു വഴിയുണ്ട് എന്ന് എനിക്ക് മനസ്സിലായപ്പോ എനിക്ക് എൻ്റെ ആ ഒരു ഹൃദയത്തിന്റെ ശൂന്യതയൊക്കെ മാറി. എൻ്റെ ജീവിതത്തിലെ പാപങ്ങളെ അനേകമാണെങ്കിലും അതെല്ലാം ക്ഷമിക്കാനായിട്ട് കർത്താവിന് കഴിയും. കർത്താവ് അതിനുവേണ്ടിയാ ഭൂമിയിൽ വന്നത്, എനിക്ക് വേണ്ടിയാ വന്നത് എന്നുള്ള കാര്യം. പിന്നെ ഒരു അങ്ങനെ ദൈവമായിട്ടുള്ള ഒരു സമാധാനവും പിന്നെ ഹൃദയത്തിലെ സന്തോഷവും പിന്നെ പല കാര്യങ്ങളും ഈവൻ പഠിക്കാനാണെങ്കിലും മറ്റേ ഞാനിങ്ങനെ ആൾക്കാരെയൊക്കെ ഫേസ് ചെയ്യാനൊക്കെ ഒത്തിരി മടിയുള്ള കൂട്ടത്തിലായിരുന്നു. ഞാനിങ്ങനെ ഏതൊരു പുസ്തകവും ഞാനുമായിട്ട് ഇങ്ങനെ ഇരിക്കുന്ന ആളായിരുന്നു. പക്ഷെ അതിനുശേഷം പലരെയും മീറ്റ് ചെയ്യാനും പലരോട് സംസാരിക്കാനും ഫ്രണ്ട്സുമായിട്ടൊക്കെ ബോൾഡായിട്ടുള്ള നല്ല ഇതായിട്ടൊക്കെ നിൽക്കാനും പഠിത്തത്തിലായാലും കോൺഫിഡൻ്റ് ആയിട്ട് എക്സാംസ് ഒക്കെ എഴുതാനും ഒക്കെ എന്നെ ഒത്തിരി ദൈവം സഹായിച്ചു. എക്സാംസ് ഒക്കെ വരുമ്പോഴും എല്ലാം ആ ഒരു സമാധാനത്തോടെ കാര്യങ്ങളൊക്കെ ചെയ്യാനും ഒക്കെ കർത്താവ് എപ്പോഴും എൻ്റെ കൂടെ ഉണ്ടെന്നുള്ള ഒരു ശരിക്കും അതിനുശേഷം കർത്താവ് എൻ്റെ കൂടെ ഉണ്ടെന്നുള്ള ഒരു ഒരു വിശ്വാസവും ധൈര്യവും ഉറപ്പും എൻ്റെ ജീവിതത്തിൽ വന്നു. അങ്ങനെ മുമ്പോട്ട് പോയി. അവിടെ ആക്ച്വലി ഈ പുഷ്പഗിരി മെഡിക്കൽ കോളേജ് കാത്തലിക് ഇൻസ്റ്റിറ്റ്യൂഷൻ ആണല്ലോ. അവിടെ ഇങ്ങനെ ഈവനിങ് പ്രെയർ സമയത്തൊക്കെ പ്രെയറിന് ഇങ്ങനെ 6:30 ബെല്ലടിക്കുമ്പോൾ എല്ലാവരും വരണമെന്നൊക്കെ പറയും. അങ്ങനെ ഞങ്ങളെല്ലാവരും പോകും. അപ്പം ഞാൻ അവിടുത്തെ എനിക്ക് പണ്ട് മുതലേ പാട്ട് പാടാനൊക്കെ ഒത്തിരി ഇഷ്ടമായിരുന്നു. അപ്പം അങ്ങനെ ഈ അവിടുത്തെ സോങ്സ് ഒക്കെ പഠിക്കാനും പിന്നെ പാടാനും കുറച്ചു നാളൊക്കെ കഴിഞ്ഞപ്പോൾ 1-2 മാസം കഴിഞ്ഞപ്പോൾ ഞാൻ തന്നെ ആ പാട്ടൊക്കെ ലീഡ് ചെയ്യാൻ തുടങ്ങി. പാട്ട് എടുക്കുകയും പാടുകയും മറ്റുള്ളവരെക്കാട്ടിലും ഒത്തിരി എനിക്ക് ഒത്തിരി താല്പര്യമായിരുന്നു. ഒത്തിരി പാട്ടുകളൊക്കെ എനിക്ക് ഒത്തിരി ഇഷ്ടമായിരുന്നു. കർത്താവിനെ എസ്പെഷ്യലി കുറച്ച് കർത്താവിൽ സന്തോഷം അവനെൻ ബലം, പാരിതിൽ പാർക്കും നാൾ അവനെൻ ബലം, അവനെന്റെ സങ്കേതം വിശ്രമം നാൾ തോറും അവനെന്റെ സർവവുമേ. ആ പാട്ടൊക്കെ ഞാൻ റെഗുലറായിട്ട് അവിടെ പാടുന്ന ഇപ്പോഴും എനിക്ക് ഓർമ്മയുണ്ട്.
അങ്ങനെ പാട്ട് അങ്ങനെ അങ്ങനെ പല ദിവസം അങ്ങനെ ഈവനിങ് പ്രയറിനൊക്കെ പോകും. പിന്നീട് പക്ഷേ സിസ്റ്റർ അവിടെ നൺ സിസ്റ്റേഴ്സ് ആയിരുന്നു ഞങ്ങളുടെ വാർഡൻസ് ആയിട്ട് ഉണ്ടായിരുന്നത്. അവരാരും അങ്ങനെ നമ്മളെ ഒന്നും ഇങ്ങനെ നിങ്ങൾ ബൈബിൾ വായിക്കണമെന്നൊന്നും പറഞ്ഞു തരത്തില്ല. പ്രയറിന് വരിക പോവുക അത്രേ ഉള്ളൂ. അവരുമായിട്ട് പിന്നെ അത്ര നമുക്കങ്ങനെ പിന്നെ അങ്ങനെ ഞാൻ ഒരു ദിവസം ഈ പ്രെയർ കഴിഞ്ഞിട്ട് തിരിച്ച് എൻ്റെ റൂമിലോട്ട് വരുമ്പം ആക്ച്വലി വേറെ കുറച്ച് എൻ്റെ ഒരു ബാച്ച്മേറ്റ്സ് അവിടെ ഇരുന്ന് ഇങ്ങനെ ബൈബിള് വായിക്കുകയും അവർ ബൈബിളിലെ പല വാക്യങ്ങളൊക്കെ എടുക്കുകയും ഒക്കെ ചെയ്യുമായിരുന്നു. അപ്പം ഞാൻ അവരോട് ചോദിച്ചു, എനിക്കും നിങ്ങളുടെ കൂടെ കൂടണം ബൈബിളിലെ കൂടുതൽ വായിക്കാനും ഒക്കെ. അപ്പോൾ ഞാൻ അങ്ങോട്ട് ചെന്നു. അപ്പോൾ അവർക്ക് ഒത്തിരി സന്തോഷമായിരുന്നു ഇങ്ങനെ ഒരാൾ അവരോട് ഇങ്ങോട്ട് വന്ന് ചോദിക്കുന്നു. അപ്പം അവര് ഈ പല മെഡിക്കൽ കോളേജസിലും ഉണ്ട് ക്രിസ്ത്യൻ മെഡിക്കൽ ഫെലോഷിപ്പ് എന്ന് പറഞ്ഞ് ഈ ബൈബിൾ എസ്പെഷ്യലി കൂടുതലും പ്രാർത്ഥിക്കാനായിട്ടും ബൈബിളൊക്കെ കൂടുതലും ധ്യാനിക്കാനായിട്ടും ഉള്ള ഡോക്ടേഴ്സിന്റെ ഒക്കെ കൂട്ടായ്മയും ഡോക്ടേഴ്സും പാരാമെഡിക്കൽസും എല്ലാവരും ഉണ്ട് അതിനകത്ത്. അപ്പം അങ്ങനെ അവരാണ് എന്നെ ആക്ച്വലി അവരുടെ മീറ്റിംഗ്സിനൊക്കെ എല്ലാ വ്യാഴാഴ്ചകളിൽ വൈകുന്നേരം 4:30 എല്ലാ ആഴ്ചയിലും ഉണ്ടായിരുന്നു. അപ്പൊ അവരുടെ മീറ്റിംഗ്സിന് എന്നെ കൊണ്ടുപോയപ്പം അവിടെ ഒരു സീനിയർ ആയിട്ടുള്ള ഒരു ഗൈനക്കോളജിസ്റ്റ് ആയിട്ടുള്ള ഒരു ഡോക്ടർ ബീന സാം മാത്യൂസ് എന്ന ഒരു മാഡം ഉണ്ടായിരുന്നു. ആ മാഡം ആണ് എനിക്ക് കൂടുതൽ കർത്താവ് നമുക്ക് വേണ്ടി എന്തെല്ലാം പാടുകളെല്ലാം സഹിച്ചു, നമ്മുടെ ഒരു പഴയ ജീവിതമൊക്കെ കംപ്ലീറ്റ് ആയിട്ട് ഉപേക്ഷിച്ചിട്ട് പുതിയൊരു ജീവിതം ഇനി തുടങ്ങണം, ചർച്ചിലൊക്കെ പോകണം, അങ്ങനത്തെ ഒരു ഇമ്പോർട്ടൻസും കാര്യങ്ങളൊക്കെ ആ മാഡം ശരിക്കും ഞാന് ഞാൻ ഇപ്പൊ ഇതിനകത്തൊക്കെ നിങ്ങൾക്ക് കേട്ടാൽ മനസ്സിലാവും ഞാൻ ഇതിനകത്തൊന്നും ചെയ്യുന്നില്ല. എല്ലാം കർത്താവ് തന്നെ അവിടെ ഓരോ ആൾക്കാരെയൊക്കെ ഇങ്ങനെ അറേഞ്ച് ചെയ്ത് ഓരോരുത്തർക്ക് വെച്ചേക്കും. ഫ്രണ്ട്സിനെ ക്രിസ്ത്യൻ ഫ്രണ്ട്സ് ആയാലും ഈ ബീന മാഡത്തിനെ ആയാലും എല്ലാവരും അങ്ങനെ കർത്താവ് എനിക്കായിട്ട് പല കാര്യങ്ങളും ചെയ്തു എന്ന് വേണം പറയാൻ. ഞാൻ ജസ്റ്റ് ചെറിയ ചെറിയ സ്റ്റെപ്പുകൾ മുമ്പോട്ട് എടുക്കുമായിരുന്നു. എനിക്ക് അതേ അറിയത്തുള്ളൂ. ഞാൻ അങ്ങനെ ചെയ്തു. പിന്നെ അങ്ങനെ അങ്ങനെ ആക്ച്വലി ഇങ്ങനെ ചർച്ചിൽ പോകുന്ന കാര്യമൊക്കെ പറഞ്ഞു. എൻ്റെ ഒരു സീനിയർ ആയിട്ടുള്ള ഒരു ബ്രദർ അവിടെ അതായത് ഈ ക്രിസ്ത്യൻ മെഡിക്കൽ ഫെലോഷിപ്പിൽ ഉണ്ടായിരുന്നു. അപ്പൊ അദ്ദേഹം പോകുന്ന ചർച്ചിൽ പുതിയതായിട്ട് എന്തോ തുടങ്ങിയത്. അപ്പം അവിടെ ഹിന്ദു ബാക്ക്ഗ്രൗണ്ടിൽ നിന്നുള്ള കുട്ടികളുണ്ട്, യു ആർ ഇൻവൈറ്റഡ് എന്നൊക്കെ പറഞ്ഞ് എന്നോട് പറഞ്ഞു. അപ്പം ഒരു സന്തോഷം കൊണ്ട് ഞാൻ അപ്പം അവരെയൊക്കെ മീറ്റ് ചെയ്യാമല്ലോ, ഇങ്ങനെ എൻ്റെ പോലെ തന്നെ വേറെ കുട്ടികളുണ്ടെന്ന് കേട്ടപ്പോൾ എനിക്ക് ഒത്തിരി സന്തോഷമായിരുന്നു. അപ്പൊ അപ്പൊ അവിടെ ചർച്ച ഉണ്ടായിരുന്നു, മീൻസ് ഹോസ്റ്റൽ കോളേജില് ഇങ്ങനെ ചാപ്പലൊക്കെ ഉണ്ടെങ്കിലും എനിക്ക് കൂടുതൽ ഇതുപോലത്തെ മീറ്റിംഗ്സിൽ പോകാനായിരുന്നു താല്പര്യം. അങ്ങനെ അങ്ങനെ ഞാൻ അവിടെ ആ മീറ്റിംഗ്സിനൊക്കെ പോവുകയും അവിടെ ചർച്ചിൽ പോവുകയും അവിടുത്തെ അന്തരീക്ഷമൊക്കെ എനിക്ക് ഒത്തിരി എൻകറേജിങ് ആയിരുന്നു. അവിടുത്തെ ചർച്ചിലെ അങ്കിൾസും ആൻറ്റീസും ഒക്കെ നമ്മളെ അവരുടെ ഒരു ആളായിട്ട് തന്നെ പുതിയതായിട്ട് ഒരാളെ കാണുമ്പോൾ സാധാരണ നമ്മളാരും അങ്ങോട്ട് നിന്ന് മിങ്കിൾ ചെയ്തില്ല. പക്ഷെ അവരെല്ലാവരും ഇങ്ങോട്ട് വന്ന് നമ്മളുടെ കാര്യങ്ങൾ ചോദിക്കുക, അന്വേഷിക്കുക. അതുപോലെ ഒരു സ്നേഹം, കർത്താവിൻ്റെ ഒരു സ്നേഹം അവരെല്ലാം കാണുക എനിക്ക് ഒത്തിരി എൻകറേജിങ് ആയിരുന്നു ആ കാര്യങ്ങളൊക്കെ. അങ്ങനെ പിന്നീട് ആക്ച്വലി ഈ ഒരു ബാപ്റ്റിസത്തിന്റെ കാര്യമൊക്കെ വന്നപ്പം തുടക്കത്തിൽ എനിക്കൊരു ഇത് ഉണ്ടായിരുന്നു, ഇങ്ങനെ വീട്ടിൽ അറിഞ്ഞാൽ പ്രശ്നമാകുമോ എന്നുള്ള ഒരു ചിന്തയൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ എൻ്റെ ഒരു ധൈര്യക്കുറവും കാര്യങ്ങളും ഒക്കെ ഉണ്ടായിരുന്നു ബാപ്റ്റിസം എടുക്കണം എന്നുള്ള ഒരു സ്റ്റേജിലേക്ക് എത്തിയപ്പോൾ. ആക്ച്വലി അപ്പൊ ഞാൻ ബീനാൻ മാഡത്തിനോട് തന്നെ പറഞ്ഞു, എനിക്ക് പേടിയുണ്ട്, പേരൻസ് എന്തോ പറയുമെന്ന്, അപ്പം ഒത്തിരി പ്രശ്നം ഉണ്ടാകാൻ സാധ്യതയുണ്ട് എന്നൊക്കെ ഞാൻ പറഞ്ഞു. അപ്പം ബീന മാഡം നമുക്ക് പ്രാർത്ഥിക്കാം എന്നൊക്കെ പറഞ്ഞു. അങ്ങനെ ഞാൻ പക്ഷെ ഞാൻ കുറച്ച് നാള് സ്വന്തമായിട്ട് ബൈബിള് വായിച്ചിരിക്കാമെന്നുള്ള രീതിയിൽ ഒക്കെ വിചാരിച്ചു. പക്ഷേ കർത്താവ് അതിലും കർത്താവ് തന്നെ മുമ്പോട്ട് ഇറങ്ങി വന്ന് എനിക്ക് ആ ഒരു കർത്താവിന്റെ ശക്തിയും ധൈര്യവും ബലവും എല്ലാം തന്നു. അതായത് എനിക്കൊരു ഡിസിഷൻ എടുത്തേ പറ്റത്തുള്ളൂ. ഞാൻ മറ്റു ദൈവങ്ങളെ വേണോ, അവര് തരുന്ന ഈ അവിടെ അസമാധാനം മാത്രമേ ഉള്ളൂ. എൻ്റെ അടുത്ത് കംപ്ലീറ്റ് 100% സമാധാനമുണ്ട്. ആരെ വേണം എന്നുള്ള തീരുമാനത്തിലേക്ക് വരാനും കംപ്ലീറ്റ് ആയിട്ട്
കർത്താവിനായിട്ട് തന്നെ പൂർണ്ണമായിട്ട് ഡിസൈഡ് ചെയ്ത് ആ ഒരു ബാപ്റ്റിസത്തിലേക്ക് പോകാനായിട്ടും ദൈവം തന്നെ തന്നാലേ നമുക്ക് ബലമുള്ളൂ. അല്ലാതെ നമ്മളൊരു മനുഷ്യൻ വിചാരിച്ചാൽ ഇതിനകത്തൊന്നും ചെയ്യാനായിട്ട് കഴിയത്തില്ല. അങ്ങനെ പിന്നെ ആ ചർച്ചിൽ തന്നെ ബാപ്റ്റിസം എടുക്കാനും ഒക്കെ ഇടയായി. പിന്നീട് അപ്പൊ അത് വീട്ടിലൊന്നും പറഞ്ഞില്ല. കാരണം വീട്ടില് പറഞ്ഞാല് വീട്ടില് ആദ്യം മുതലേ ആ ഒരു അതായത് കർത്താവിനെ ഫോളോ ചെയ്യുന്നവര് ഈ എസ്പെഷ്യലി ഈ ഒത്തിരി ആരാധന അങ്ങനത്തെ കാര്യങ്ങളൊക്കെ അവർക്ക് ഒത്തിരി അങ്ങനെ ചെറുപ്പം മുതലേ അവരെ കളിയാക്കുന്ന അങ്ങനത്തെ ഞാൻ കേട്ടിട്ടുണ്ട്. അവര് ഈ ആരാധന ചെയ്യുന്നവരെയൊക്കെ കളിയാക്കുന്ന കാര്യവും പിന്നെ ട്രാക്റ്റ് ഒക്കെ പലതും ഒക്കെ കിട്ടും. നോർത്ത് ഇന്ത്യയിലാകുമ്പോൾ എസ്പെഷ്യലി ട്രാക്റ്റും കാര്യങ്ങളൊക്കെ കിട്ടുമ്പോഴും അവര് അങ്ങനെ അവർക്ക് അതൊക്കെ അങ്ങ് മാറ്റി വെക്കുമായിരുന്നു. അതൊന്നും വായിക്കില്ലേ, അതൊക്കെ അത് വായിച്ചു കഴിഞ്ഞാൽ നമ്മള് പ്രശ്നമാണ്. അപ്പൊ എനിക്കറിയാം ഇവർക്ക് അതുകൊണ്ട് ഞാന് പിന്നെ അവരെ അത് കർത്താവ് എന്റെ ജീവിതത്തിൽ ചെയ്ത കാര്യങ്ങള് കർത്താവ് ദൈവമാണ് അതൊക്കെ പറയുമായിരുന്നു. പക്ഷെ ഈ ഒരു ബാപ്റ്റിസം എടുത്ത കാര്യമൊന്നും അങ്ങനെ വീട്ടിൽ പറഞ്ഞിട്ടില്ലായിരുന്നു. എന്നാല് നമ്മള് എന്താ പറയുന്ന ഒരു വെളിച്ചം ഉണ്ടെങ്കിൽ അതിനെ അങ്ങനെ മറച്ചു വെക്കാനായിട്ട് കഴിയത്തില്ല. കർത്താവ് പറഞ്ഞതുപോലെ എല്ലാം ഒരു ദിവസം അത് എല്ലാ ഇരുട്ടിനെ എല്ലാം ഭേദിച്ച് പുറത്തു വരുമെന്ന് പറഞ്ഞതുപോലെ എനിക്ക് കർത്താവിന്റെ ഒരു വെളിച്ചം എന്റെ ഹൃദയത്തിൽ വന്നു. അതിങ്ങനെ മറച്ചു വെക്കാനായിട്ട് സാധിച്ചില്ല. ഒരു ദിവസം ആക്ച്വലി ഒരു മീറ്റിങ്ങിന് ഞാൻ ഡോക്ടർ ബീനയുടെ ഈ ഒരു മീറ്റിങ്ങിന് പോയിട്ട് അവിടെ പോയി. അപ്പം ഹോസ്റ്റലിൽ വിളിച്ചപ്പോ അവിടെ പേരൻസ് എന്തോ അപ്പൊ ഞാൻ അവിടെ ഹോസ്റ്റലിൽ ഇല്ലെന്ന് അവർക്ക് അറിയാനിടയായി. അത് പിന്നെ അതൊരു പ്രിൻസിപ്പളുടെ അടുത്തൊക്കെ ഇഷ്യൂ ആയിട്ട് അവര് അവിടെ എന്നെ വിളിച്ചോണ്ട് പോയി. അപ്പം എനിക്ക് ശരിക്കും പറഞ്ഞാൽ ദൈവം എന്നെ അന്ന് ധൈര്യപ്പെടുത്തി. അതായത് നീ ഒന്നും ഭയപ്പെടേണ്ട, നീ അവിടെ ചെന്ന് നിൽക്കുമ്പോൾ നിനക്ക് എന്തോ പറയണ്ടേന്നുള്ള വാക്യങ്ങൾ ഞാൻ തരും. വചനങ്ങളൊക്കെ റെഫറൻസ് ആയിട്ട് കോട്ട് ചെയ്യാൻ എനിക്ക് അറിയത്തില്ല. ഞാൻ വായിച്ചതൊക്കെ സന്ദീപേട്ടനാണെങ്കിൽ അത് കൃത്യം റെഫറൻസ് ഒക്കെ കോട്ട് ചെയ്യും. പക്ഷെ എനിക്ക് ആ വായിച്ചതിൽ നിന്നൊക്കെ മനസ്സിലാക്കിക്കൊണ്ടുള്ള അങ്ങനെ ആ പരിശുദ്ധാത്മാവിനെ ഓർമ്മിപ്പിക്കുന്നത് പല പല വാക്യങ്ങളും റെഫറൻസ് ഓർമ്മയില്ലെങ്കിൽ ഇത് കർത്താവിന്റെ വാക്യങ്ങൾ എന്നെ ദൈവം ഓർമ്മിപ്പിക്കും. അങ്ങനെ ആ സമയത്ത് പപ്പ അങ്ങനെ പ്രിൻസിപ്പളിന്റെ അടുത്തൊക്കെ വിളിച്ചുകൊണ്ട് പോയി, ഇങ്ങനെ ഇങ്ങനെയൊക്കെ പോകുന്നുണ്ട്. അപ്പം ഞാന് അപ്പൊ അവര് പെട്ടെന്ന് എന്നോട് ചോദിച്ച ഒരു കാര്യം, ആരാണ് നിങ്ങളെ ഇങ്ങനെ ബ്രെയിൻ വാഷ് ചെയ്തതെന്ന് ആദ്യം. അപ്പം ഞാൻ പറഞ്ഞു എന്നെ ആരും ബ്രെയിൻ വാഷ് ചെയ്തിട്ടില്ല. ഞാൻ ബൈബിള് സ്വന്തമായിട്ട് വായിച്ച് അതിനകത്ത് കർത്താവാണ് എനിക്ക് സമാധാനം തന്നത്. വേറെ ആർക്കും എനിക്ക് സമാധാനം തരാനായിട്ട് കഴിയത്തില്ല. കർത്താവിന്റെ വാക്യങ്ങളാണ് എനിക്ക് സമാധാനവും സന്തോഷവും തന്നത്. അത് വായിച്ചതിന് ശേഷം എനിക്ക് പഠിത്തത്തിൽ കൂടുതൽ നല്ലതായിട്ട് കാര്യങ്ങളൊക്കെ ചെയ്യാനൊക്കെ സഹായിച്ചത് കർത്താവാണ് സഹായിച്ചത്. അതുകൊണ്ട് ഞാൻ സ്വന്തമായിട്ട് എടുത്ത ഡിസിഷനാണ്. എനിക്കൊന്നും അറിയത്തില്ല അത്ര ഒരു ഷൈ ആയിട്ടിരുന്ന എനിക്ക് ദൈവം ആ ഒരു ബോൾഡ്നെസ് നമ്മുടെ ഡീന്റെ മുമ്പിലും പ്രിൻസിപ്പളുടെ മുമ്പിലും ഒക്കെ പറയാനായിട്ട്, ശരിക്കും അതൊക്കെ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിന്റെ ഒരു ശക്തിയാണെന്ന് വേണം പറയാന്. അപ്പം അതിനുശേഷം ഒത്തിരി അതിന് ശേഷം എല്ലാം എൻ്റെ പേരൻസിന്റെ ഒരു കണ്ണ് എപ്പോഴും അതുവരെ അവര് ഇങ്ങനെ അവള് എന്റെ ബൈബിളിനെ പറ്റിയൊക്കെ പറയുന്നു, നല്ലതായിട്ട് മാർക്കൊക്കെ മേടിക്കുന്നതിന് കുഴപ്പമില്ല പോട്ടെ. പക്ഷെ മീറ്റിംഗ്സ് ഒക്കെ റെഗുലർ ആയിട്ട് അറ്റൻഡ് ചെയ്യാൻ തുടങ്ങിയപ്പോൾ അവർക്കൊരു ഇതിങ്ങനെ വിട്ടാ ശരിയാകത്തില്ല എന്നവർക്ക് തോന്നി. അങ്ങനെ അവര് കുറച്ചും കൂടെ ഒക്കെ ഒന്ന് സ്ട്രിക്റ്റ് ആവാനും ഒന്ന് ഇതായിട്ടൊക്കെ തുടങ്ങി. അങ്ങനെ പിന്നീട് എൻ്റെ ഇന്റേൺഷിപ്പ് ഒക്കെ ആറായപ്പോഴത്തേക്ക് അവര് എന്തായാലും ഈ പുഷ്പഗിരിയിലെ ഇത് എത്രയും പെട്ടെന്ന് ഇത് കഴിയുന്ന ഉടനെ തന്നെ വിവാഹം കഴിപ്പിച്ച്, കാരണം പെൺപിള്ളേര് അവര് ചങ്ങലക്കിടുക പെട്ടെന്ന് വിവാഹം കഴിപ്പിച്ച് വിട്ടാ പിന്നെ അവര് അടങ്ങി എവിടെയെങ്കിലും ഇരുന്നോളൂ എന്നറിയാം. അതുകൊണ്ട് അവര് പെട്ടെന്ന് ഉടനെ തന്നെ പപ്പ പരസ്യം ചെയ്യുകയും ചെയ്തു. ഇങ്ങനെ ഇങ്ങനെ ഇത്ര വയസ്സുള്ള കൊച്ചെന്നൊക്കെ പറഞ്ഞുകൊണ്ട് അവര് കേരള കൗമുദി പത്രത്തിലോ ഇങ്ങനെ എല്ലാം പ്രപ്പോസൽസ് വരാനും. അപ്പോഴത്തേക്ക് എനിക്ക് മനസ്സിലായോ ഞാനിത് ഇങ്ങനെ ഇരുന്നാൽ ശരിയാവത്തില്ല. ഉടനെ ഞാൻ വീണ്ടും ഡോക്ടർ ബീനയുടെ അടുത്ത്
ചെന്ന് ഇങ്ങനെ എൻ്റെ വീട്ടിൽ നിന്ന് ഒത്തിരി പ്രഷറുണ്ട്, അപ്പൊ എനിക്ക് കർത്താവിനെ ഫോളോ ചെയ്യണമെന്നുണ്ടെങ്കിൽ എനിക്കും ഈ ഒരു ആക്ച്വലി ഇങ്ങനെ ഹിന്ദു ബാക്ക്ഗ്രൗണ്ടിൽ നിന്ന് എന്തെങ്കിലും കർത്താവിനെ അറിഞ്ഞ ആരെങ്കിലും ഉണ്ടെങ്കിൽ, പ്രപ്പോസൽ ഉണ്ടെങ്കിൽ ഇനിയിപ്പോൾ കർത്താവിനെ ഫോളോ ചെയ്യാനായിട്ട് കഴിയത്തുള്ളൂ, വേറെ വഴിയൊന്നും ഇല്ല എന്ന് ബീന ഡോക്ടറിനോട് ഞാൻ പറഞ്ഞു. അങ്ങനെ ഡോക്ടർ ബീന ആക്ച്വലി ആ സമയത്തൊക്കെ ഹിന്ദു ബാക്ക്ഗ്രൗണ്ടിൽ നിന്ന് ആരും ഇല്ല ഫെയ്ത്തില്ല എന്നുള്ള രീതിയിൽ ഇങ്ങനെ പറഞ്ഞു. അപ്പൊ ഞാനിങ്ങനെ ദൈവത്തോട് പ്രാർത്ഥിച്ചു, ദൈവമേ ആരും ഇല്ലയോ ഇങ്ങനെ കർത്താവിനെ അറിഞ്ഞ വിശ്വാസത്തിലുള്ള. എന്നാ ഒരു 2 മാസത്തിന് ശേഷം ആക്ച്വലി അന്ന് സന്ദീപേട്ടൻ അന്ന് ഇവിടെ അങ്ങ് വെല്ലൂരേക്ക് പോയായിരുന്നു. അതായിരിക്കും അവർക്ക് ആർക്കും ഇങ്ങനെ ഓർമ്മ വരാൻ ഇങ്ങനെ ഒരു ആളുണ്ടെന്ന്. അപ്പം സന്ദീപേട്ടൻ ഇതുപോലെ ക്രിസ്ത്യൻ മെഡിക്കൽ ഫെലോഷിപ്പിലൊക്കെ ആക്റ്റീവ് ആയിരുന്നു. പക്ഷേ 2009 ആയപ്പോഴത്തേക്ക് അവിടെ വെല്ലൂർ PG ചെയ്യാനായിട്ടൊക്കെ അങ്ങ് പോയായിരുന്നു. അപ്പം അങ്ങനെ വീണ്ടും ഡോക്ടർ ബീന ഇങ്ങനെ ഒരു മോനുണ്ട്, ഒരു പ്രപ്പോസലൊക്കെ കൊണ്ടുവന്നു. അപ്പം എൻ്റെ വീട്ടിലങ്ങനെ എതിർപ്പ് നല്ല രീതിയിൽ ഉണ്ടാവുന്നതെന്ന് എനിക്ക് 100% ഉറപ്പായിരുന്നു. അപ്പം ഒരു പല കാര്യങ്ങളും ഒത്തിരി മീൻസ് എൻ്റെ സ്വന്തം ഇഷ്ടത്തില് ഞാൻ തീരുമാനം എടുക്കുവാണെന്നും, പിന്നെ മീൻസ് അവരുടെ കാസ്റ്റ് വേറെ ആണെന്നും ഇവർ പറയും, പിന്നെ ക്രിസ്ത്യൻ ഫെയ്ത്ത്, ഈ മൂന്ന് കാര്യങ്ങളും റെഗുലറായിട്ട് അവർ ഇത് പറഞ്ഞ പ്രശ്നം ഉണ്ടാക്കുമെന്ന് 100% എനിക്ക് ഉറപ്പായിരുന്നു. അപ്പം അങ്ങനെ ആക്ച്വലി പത്രോസിന് കൊടുത്ത ഒരു വിഷൻ ഉണ്ടല്ലോ, അതാ ഞാൻ ആ പോർഷൻ അന്ന് വായിച്ചുകൊണ്ടിരുന്നത്. അതിനകത്ത് കർത്താവ് ഒരു വിഷൻ കൊടുക്കൂല്ലേ, അതായത് നീ ഇതിനെ ഇന്ന ഇന്ന മൃഗങ്ങളുണ്ട്, ഇവരെ എല്ലാം കഴിക്കുക. ദൈവം ശുദ്ധീകരിച്ചതിനെ നീ മലിനമെന്ന് വിചാരിക്കരുത്. അതെ 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 അതെ. അങ്ങനെ അതിനകത്ത് ജാതി, അവിടെ ഒരു ജാതിയുടെ വിഷയമാണ് വരുന്നത്. കൊർന്നല്യോസിന്റെ ജാതിയും യഹൂദനായ പത്രോസ് അവിടെ പോകത്തില്ലല്ലോ. അതെ 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 ദൈവം സംസാരിച്ചത് അല്ലേ? അതെ 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 അതെ. അപ്പൊ ഞാൻ ആ പോർഷൻ വായിച്ചോണ്ടിരുന്നത്, സന്ദീപേട്ടന്റെ ഈ ഒരു പേര് പറഞ്ഞ സമയത്ത് എനിക്ക് അപ്പം ആ പോർഷൻ വായിച്ചപ്പോ തന്നെ എനിക്ക് ഒരു സമാധാനം. അതായത് ദൈവം ഇത് ശുദ്ധീകരിച്ചിട്ടുണ്ട്, അപ്പൊ ഇതിന് യെസ് പറഞ്ഞ് മുമ്പോട്ട് പോവുക, എന്ത് എതിർപ്പ് വന്നാലും അതിലൊന്നും കാര്യമാക്കണ്ട എന്നുള്ള രീതിയിൽ. അപ്പം ആ ഒരു പ്രപ്പോസലും കൂടെ വന്നതിന് ശേഷം പിന്നെ എൻ്റെ വീട്ടിൽ ഒത്തിരി പ്രശ്നങ്ങളായിരുന്നു. അവിടെ ഇന്റേൺഷിപ്പിന്റെ ഇടയ്ക്കുന്ന് വിളിച്ചുകൊണ്ട് പോവുകയും ചേട്ടന്മാര് രണ്ടുപേരും വീട്ടിൽ വരികയും, പിന്നെ ഒത്തിരി അന്നും ഒത്തിരി അടിയും ഒക്കെ കിട്ടി. അങ്ങനെ ഒത്തിരി എന്നാൽ ഞാൻ അപ്പോഴെല്ലാം ദൈവം എന്നെ ധൈര്യപ്പെടുത്തി. അതായത് കർത്താവ് ക്രൂശിന്റെ വഴിയിലാ പോയത്, അപ്പൊ എനിക്കും വേറെ വഴി, കർത്താവ് പോയ വഴി എന്ന് വെച്ചാൽ കർത്താവിനെ നമ്മൾ ചൂസ് ചെയ്യുമ്പോൾ അതിന്റെ കൂടെ ക്രൂശുണ്ട്, അതിനെ മാറ്റി നിർത്തിക്കൊണ്ട് നമുക്ക് വേറെ ഒരു വഴിയില്ല. അപ്പം ആ ഒരു വേദനയൊക്കെ സഹിക്കുമ്പോൾ ഞാൻ ഇത് കറക്റ്റ്, ഇത് ഈ വേ ആണ്, ദിസ് ഇസ് ദ റൈറ്റ് വേ എന്ന് എനിക്ക് 100% ഉറപ്പായിരുന്നു. അപ്പം അങ്ങനെ ഞാൻ പിന്നീട് അവര് ഇന്റേൺഷിപ്പ് പിന്നെ അവര് അതിന് താക്കീത് തന്നു, ഈ പ്രപ്പോസൽ മുമ്പോട്ട് പോകരുത് അങ്ങനത്തെ രീതിയിൽ തന്നെ തന്നു. പിന്നെ അവര് വീണ്ടും ഇന്റേൺഷിപ്പിന് കൊണ്ടുവിട്ടു. അങ്ങനെ ഇന്റേൺഷിപ്പിന് വിട്ടതിന് ശേഷം എനിക്ക് മനസ്സിലായി വീട്ടിൽ വന്നാൽ പിന്നെ പ്രശ്നങ്ങളായിരിക്കും. അതുകൊണ്ട് ഞാൻ അവിടെ തന്നെ ട്യൂട്ടറായിട്ട് കയറി, ഫാർമക്കോളജി ഡിപ്പാർട്ട്മെന്റിലെ പുഷ്പേരിയില്. പക്ഷേ പേരൻസിന് അത് അത് ഒട്ടും ഇഷ്ടപ്പെട്ടില്ല. അവര് വീണ്ടും ഞാൻ പുഷ്പേരി തന്നെ നിൽക്കുകയാണ്, അതിനു വേണ്ടി അവളുടെ ഇഷ്ടത്തിന് പോകാനാ എന്ന് പറഞ്ഞാൽ പിന്നീട് എൻ്റെ മദർ, അമ്മമാരെ കൊണ്ടാണല്ലോ കൂടുതൽ നമ്മള് അമ്മമാരുടെ കരച്ചിലും അതൊക്കെ കാണുമ്പോൾ നമ്മൾ അതിൽ വീഴും. അതുകൊണ്ട് മാക്സിമം മമ്മി അവിടെ വന്ന് സ്റ്റേ ചെയ്തു എൻ്റെ കൂടെ, എൻ്റെ റൂമിൽ. എന്നിട്ട് ഒരു കുറെ നാൾ സ്റ്റേ, ഇന്ന് വീട്ടിലോട്ട് വിളിച്ചോണ്ട് പോയിട്ട് ഞാൻ പോകുന്നുള്ളൂ എന്നുള്ള രീതിയിൽ അങ്ങനെ കുറെ നാളൊക്കെ ട്രൈ ചെയ്തു. അവസാനം അതായത് വീട്ടിൽ പോയാൽ പിന്നെ തീർന്നു, അത്രേ ഉള്ളൂ. എന്ന് വെച്ചാൽ എല്ലാം എനിക്കറിയാം, പക്ഷെ എന്തോ അന്ന് ദൈവത്തിന്റെ ഇഷ്ടം അതായിരുന്നു എന്ന്, ദൈവത്തിന്റെ മീൻസ് ആ ഒരു ഹിതത്തിലുണ്ടോ ഇല്ലയോ എന്നൊന്നും എനിക്കറിയത്തില്ല. എന്നാലും പേരൻസിന് നമ്മള് കല്യാണം കഴിച്ചിട്ടില്ല, പേരൻസിന് കീഴടങ്ങേണ്ടി വന്നു. അവസാനം വീട്ടില് കൊണ്ടുപോയതിന് ശേഷം എൻ്റെ ഫോണും എല്ലാം മാറ്റി. ഇങ്ങനെ വേറെ ക്രിസ്ത്യൻ ബുക്സും കാര്യങ്ങളും ഒന്നും ഇല്ല, ബൈബിളില്ല.
കുറച്ചു നാളൊക്കെ ഞാൻ പിടിച്ചു നിന്നു ഇതൊക്കെ ഇല്ലാതെ എൻ്റെ ഒരു സ്വയംബലവും കാര്യങ്ങളും ഒക്കെ ആയിട്ടൊക്കെ പിടിച്ചു നിന്നു. പക്ഷെ പിന്നീട് ഒത്തിരി അങ്ങ് നമുക്ക് ആ ഒരു എപ്പോഴും അങ്ങ് നമ്മൾ ഫെലോഷിപ്പ് ഒന്നും ഇല്ലാതെ നമ്മളങ്ങ് ശോഷിച്ചു പോകും. നമുക്ക് ഒരു കർത്താവിനെ അറിഞ്ഞവരാകുമ്പോൾ നമുക്കൊരു കൂട്ടായ്മ വേണം. നമ്മള് മറ്റു ബ്രദേഴ്സും സിസ്റ്റേഴ്സും ആയിട്ടുള്ള ഫെലോഷിപ്പ് ഇല്ലെങ്കിൽ നമ്മുടെ സ്പിരിച്വൽ ലൈഫ് അങ്ങ് ശോഷിച്ചു പോകും. അങ്ങനെ അങ്ങനെ ഞാൻ അവിടെ ആ ഒരു അവസ്ഥയിലിരുന്നപ്പോൾ ഞാൻ ശരിക്കും വിചാരിച്ചു ഇനിയിപ്പോ എല്ലാം അസ്തമിച്ചു, ഞാൻ കർത്താവിനെ ഫോളോ ചെയ്യുന്ന കാര്യവുമില്ല. അതിന്റെ ഇടയ്ക്കായിരുന്നു ആക്ച്വലി ഈ ഹെൽത്ത് സർവീസിലുള്ള ഒരു ഇന്റർവ്യൂ ഒക്കെ നടന്നത്. അതിന് എന്തായാലും ഇന്റർവ്യൂ ഒക്കെ കഴിഞ്ഞ് ഞാൻ വീട്ടില് വന്നു. വീട്ടില് വന്നു. എന്നാലും അപ്പൊ ഈ നമ്മുടെ ഈ ഗവൺമെന്റിന്റെ ഇതെന്ന് വെച്ചാല് ഈ ലിസ്റ്റ് ഇടാൻ ഒത്തിരി താമസിക്കും. അപ്പോഴും വീട്ടിൽ നിന്ന് ഇറങ്ങാൻ ഞാൻ വിചാരിച്ചു ഈ ലിസ്റ്റ് ഇട്ടാൽ പെട്ടെന്ന് വീട്ടിൽ നിന്ന് ഇറങ്ങാം. പക്ഷെ അവർ ലിസ്റ്റ് ഒന്നും ഇട്ടില്ല. കുറെ വർഷം ഈവൻ കല്യാണം കഴിഞ്ഞ് 1.5 വർഷം കഴിഞ്ഞാൽ ശരിക്കും എനിക്ക് അപ്പോയിന്റ്മെന്റ് ഓർഡർ കിട്ടുന്നത്. അപ്പം അങ്ങനെ അതും പിന്നെ അടുത്ത വേറെ ഹോസ്പിറ്റലൊന്നും അങ്ങനെ വേക്കൻസി ഇല്ലെന്നൊക്കെ പറഞ്ഞു. അപ്പോഴും അതെല്ലാം കൂടെ കേട്ടപ്പോൾ എനിക്ക് വല്ലാത്ത ഒരു ഇരുട്ട് ഉള്ള ഒരു ഇതിലോട്ട് ആയിപ്പോയി. അങ്ങ് വല്ലാത്തൊരു മനസ്സങ്ങ് വല്ലാതെ അങ്ങ് മുരടിച്ച ഒരു അവസ്ഥയിലോട്ടും ഒക്കെ പോയി. എന്നാൽ ശരിക്കും നമ്മളുടെ ആ ഒരു കൂരിരുളുടെ താഴ്വരയിലും കർത്താവ് ആക്ച്വലി കൂടെ ഉണ്ടെന്നാണ്. കർത്താവ് എന്നെ ആ ഒരു സാഹചര്യത്തിലൂടെ കടത്തി വിട്ടെങ്കിലും കർത്താവ് അവിടെ എൻ്റെ കൂടെ ഉണ്ടായിരുന്നു എന്ന് ഞാൻ വിശ്വസിക്കുന്നു. അവിടെ ആക്ച്വലി എൻ്റെ മൂത്ത ബ്രദറിന് പുള്ളി അവിടെ നോർത്ത് ഇന്ത്യയിൽ ഒരു ക്രിസ്ത്യൻ കോളേജിൽ പഠിച്ചത്. അപ്പൊ അവിടെ ഒരു ചെറിയ ഒരു ഗിഡിയൻസ് ബൈബിൾ ഉണ്ടായിരുന്നു. അപ്പം ആ ഒരു ഗിഡിയൻസ് ബൈബിളില് ഞാൻ ഇടയ്ക്ക് എടുത്തു വെച്ചെന്ന് പെട്ടെന്ന് ഞാൻ ഈ ബുക്കൊക്കെ ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും അടുക്കി പറയും, ആ ചെറിയൊരു ബൈബിള് കിട്ടി. അങ്ങനെ അതിനകത്തൊരു 2 കൊരിന്ത്യർ 6:17 അവരുടെ നടുവിൽ നിന്ന് പുറപ്പെട്ടു വന്ന് ഇരിക്കുവാണെങ്കിൽ ഞാൻ നിങ്ങളുടെ പിതാവ് നിങ്ങൾ എനിക്ക് പുത്രന്മാരും പുത്രിമാരായിട്ട് അശുദ്ധമായിട്ടൊന്നും തൊടരുത്. അപ്പോഴും എനിക്ക് എങ്ങനെയെങ്കിലും ഇവിടുന്ന് പോകണം എന്നുള്ള കാര്യം ദൈവം ഉറപ്പിച്ച് പറയുകയാണെന്നുള്ള കാര്യം എനിക്ക് ഉറപ്പായിരുന്നു. പക്ഷെ എനിക്കായിട്ട് വാതിലുകളൊന്നും തുറക്കാൻ പറ്റത്തില്ല. കർത്താവ് തന്നെ അതുകൊണ്ട് വാതിലുകളെ തുറന്നു. ആക്ച്വലി അതൊരു ശരിക്കും ഒരു വീട്ടുതടങ്കൽ പോലെ തന്നെ ആയിരുന്നു. ഒത്തിരി മീൻസ് ഫോണില്ല, നമുക്ക് അങ്ങോട്ട് വേറെ ആരെയും വിളിക്കാൻ പറ്റത്തില്ല. ഇങ്ങോട്ട് വിളിക്കുന്നവരോട് ഒന്നും അവരോട് ഞാൻ അവിടെ ഉണ്ടെന്ന് പോലും പറയത്തില്ല. അങ്ങനത്തെ ഒരു ഇതൊക്കെയായിരുന്നു. പക്ഷെ എന്തായാലും ഒരു 2012 ജൂൺ മുതൽ 2013 ഒക്ടോബർ ആ ഒരു 2013 ജൂൺ വരെ ഇങ്ങനത്തെ ഒരു ഇതായിരുന്നു. അതിനുശേഷം എനിക്ക് അടുത്തുള്ള ഒരു ESI ഹോസ്പിറ്റലിൽ വർക്ക് ചെയ്യാനായിട്ടൊക്കെ അവര് എന്തായാലും അവിടോട്ട് ഫാദർ തന്നെ മുൻകൈ എടുത്തു. കാരണം വീട്ടിൽ വെച്ചോണ്ടിരുന്നാലും വലിയ ഇതൊന്നും ഇല്ല. ഇങ്ങനെ അവിടെ പോയി. അങ്ങനെ അവിടെ പോയതിന് ശേഷമാണ് പിന്നെ ഞാൻ ആക്ച്വലി ഈ എൻ്റെ ഒരു ക്രിസ്ത്യൻ ഫ്രണ്ടിന്റെ ഒരു ഫോൺ നമ്പർ അതെനിക്ക് കാണാപ്പാടമായിരുന്നു. അതെന്തായാലും ഞാൻ അവിടെ നിന്ന് ഒരു മൊബൈൽ വാങ്ങിച്ചിട്ട് പുള്ളിക്കാരിയെ വിളിച്ചു. അപ്പം ഞാൻ ചോദിച്ചത് സന്ദീപേട്ടൻ്റെ കല്യാണമൊക്കെ കഴിഞ്ഞോ അങ്ങനെയൊക്കെ. കാരണം എനിക്ക് ഒന്നും അറിയത്തില്ല, പുറലോകത്ത് എന്തോ നടക്കുന്ന, നമുക്ക് ഫോണില്ല ഒന്നുമില്ല. അങ്ങനെ അപ്പം പുള്ളിക്കാരി അയ്യോ നിനക്ക് വേണ്ടി കാത്തിരിക്കുവോ നീ എങ്ങനെയൊക്കെ പറഞ്ഞു. അപ്പൊ എനിക്ക് ശരിക്കും ശരിക്കും പിന്നെ കർത്താവ് അത്ഭുതകരമായിട്ട് എന്നെ വീട്ടിൽ നിന്ന് ഒക്കെ വിടുവിച്ച് ആ ഒരു സെപ്പറേഷൻ, ആ ഒരു ഡാർക്കായിട്ടുള്ള പല കാര്യങ്ങളും, ഇരുട്ടിലെ ഐഡൽ വർഷിപ്പും കാര്യങ്ങളും അതിനെല്ലാം വിട്ട് തന്നെ വരണം എന്ന് 100% ഉറപ്പായിട്ടും കർത്താവിനോട് പറഞ്ഞു. അതുകൊണ്ട് അതെല്ലാം വിട്ട് സർട്ടിഫിക്കറ്റ്സ് ഒക്കെ ആയിട്ട് ഞാൻ ഇറങ്ങി. കർത്താവ് ഇറക്കിയെന്ന് വേണം പറയാൻ. കാരണം പത്രോസിന്റെ ഒക്കെ ഇത് പറയുന്ന പോലെ കാരാഗ്രഹത്തിൽ കിടന്നപ്പം പത്രോസിനൊന്നും ചെയ്യാനായിട്ട് കഴിയത്തില്ലായിരുന്നു. പക്ഷെ പുറത്ത് അനേകര് സഭയിലുള്ളവര് പ്രാർത്ഥിച്ചു. അതുപോലെ എനിക്ക് വേണ്ടി അനേകർ പ്രാർത്ഥിച്ചു. അതിന്റെ ഫലമായിട്ട് ദൈവം തന്നെ ഒരു വാതിൽ തുറന്നു. അങ്ങനെ പിന്നീട് ഒരു മാരേജ് നടക്കാനും ഒക്കെ ഇടയായി. അങ്ങനെ ഒത്തിരി ജാതകത്തിലെ പല പ്രശ്നങ്ങളും കാര്യങ്ങളും ഒക്കെ ചെറുപ്പത്തിലെ ഇങ്ങനെ
ആ ദോഷമുണ്ട്, ഇതുണ്ട്, മറ്റേതുണ്ട്, എന്താ കല്യാണം കഴിച്ചാൽ അങ്ങനെയാവും ഇങ്ങനെയാവും എന്നൊക്കെ പറയുമായിരുന്നു. എന്റെ മീൻസ് എന്റെയും സന്ദീപേട്ടന്റെ ജാതകം ഒന്നും ചേരത്തില്ല. അതുകൊണ്ട് ഒരാള് എന്തോ മരിച്ചു പോകും, 1 വർഷത്തിനുള്ളിൽ മരിച്ചു പോകും, അല്ലെങ്കിൽ ഒരാ അല്ലെങ്കിൽ ഒരു മീൻസ് അവര് എന്തെങ്കിലും ഒരാളങ്ങ് എങ്ങോട്ടേലും പോവും എന്നുള്ള രീതിയിലൊക്കെയാ അവര് പറഞ്ഞുകൊണ്ടിരുന്നത്. പക്ഷെ എന്തായാലും അതങ്ങനെയൊന്നും സംഭവിച്ചില്ല. അവര് പറഞ്ഞതിന്റെ നേരെ ഓപ്പോസിറ്റ് ആയിട്ട് ഞങ്ങൾ ഒന്നാവുകയാണ് ചെയ്ത്. ഇരട്ടിയായിട്ട് ദൈവം അനുഗ്രഹിച്ച് ഡബിൾ ബ്ലെസ്സിങ് ആയിട്ട് ഇരട്ട കുട്ടികളെ ആദ്യത്തെ അതെ അതെ ഇത് വിവാഹ വാർഷികത്തിന് ഒരു 4 ദിവസം മുമ്പേ ഇരട്ട കുഞ്ഞുങ്ങളെ ദൈവം ദാനമായിട്ട് തന്നു. അങ്ങനെ ശരിക്കും കർത്താവിന്റെ വഴികള് അത് എത്രമാത്രം അത്ഭുതകരമാണ്. കർത്താവാണ്. കർത്താവ് നമ്മളെ എല്ലാരും വിളിക്കുന്നുണ്ട്. ആഹ് എന്നാല് നമ്മള് അതിനോട് ചെറുതായിട്ടൊന്ന് റെസ്പോണ്ട് ചെയ്താൽ മാത്രം മതി. കർത്താവ് ബാക്കി കാര്യങ്ങളെല്ലാം വേണ്ടുന്നതെല്ലാം നമുക്കായിട്ട് ചെയ്തോളും. മിണ്ടാതിരുന്ന് നമ്മൾ ദൈവമെന്ന് അറിഞ്ഞാൽ മാത്രം മതി. കർത്താവ് നമുക്കായിട്ട് യുദ്ധം ചെയ്യും. അങ്ങനെ ഇപ്പം തിരിച്ചു വന്ന് അതുപോലെ എല്ലാം ചർച്ച് മീറ്റിംഗ്സ് ഒക്കെ അറ്റൻഡ് ചെയ്യാനും അതുപോലെ സിസ്റ്റേഴ്സുമായിട്ട് കൂട്ടായ്മ കൂടുവാനും ഒക്കെ ദൈവം സഹായിച്ചു. എസ്പെഷ്യലി എനിക്ക് ആ ഒരു കുറച്ച് നാളെ വീട്ടു തടങ്കലിലൊക്കെ ഇരുന്ന സമയത്ത് ആ ഒരു മനസ്സിന്റെ ഒരു വിഷമവും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പൊ എനിക്ക് ഇപ്പം സന്ദീപേട്ടനെ കാണാൻ പലരും മനസ്സിന്റെ വിഷമങ്ങളും കൊണ്ടൊക്കെ വരുമ്പോ എനിക്ക് അവരോടൊക്കെ എമ്പത്തൈസ് ചെയ്യാനായിട്ട് കഴിയും. കാരണം ഏത് ഡോക്ടറായാലും ആരായാലും ഈ ഇരുട്ടിലൂടെ ഒക്കെ പോകുമ്പോ അവർക്ക് കുറച്ചൊരു പ്രയാസങ്ങളും പ്രശ്നങ്ങളും ഒക്കെ വരും. അതൊക്കെ നോർമലാണ്. അപ്പൊ അവരെയൊക്കെ അതുപോലെ കാണുവാനായിട്ട് ചിലപ്പോ ദൈവം അനുവദിച്ചതാകാം എന്ന് വേണം പറയാന്. ഇപ്പം എന്റെ പേരൻസുമായിട്ട് യാതൊരു പേരൻസ് ആയാലും ബ്രദേഴ്സ് ആയാലും ഒരു ഞങ്ങൾ അങ്ങോട്ട് ചെന്ന് കാണുകയും സംസാരിക്കുകയൊക്കെ ചെയ്യാറുണ്ട്. അവര് എസ്പെഷ്യലി ഞങ്ങളുടെ ഈ പുതിയ ഹൗസ് ഡെഡിക്കേഷനൊക്കെ അവർ വന്നായിരുന്നു. അവര് അത്ഭുതപ്പെട്ടു ഇതുപോലെ ദൈവം ചെയ്ത പല കാര്യങ്ങളും ഒക്കെ കണ്ട്. അന്ന് അവര് ഇതൊന്നും ശരിയാവത്തില്ലെന്നൊക്കെ പറഞ്ഞ് വിധി എഴുതിയ ആൾക്കാർ ഇപ്പം അതെല്ലാം കണ്ടാവോ നിങ്ങൾക്ക് ഇതൊന്നും ഏക്കത്തില്ല എന്നുള്ള രീതിയിൽ തന്നെ നിങ്ങളെ ഇതൊന്നും അഫക്റ്റ് ചെയ്യത്തില്ല എന്നുള്ള രീതിയിൽ അവര് അതായത് ഈ പലരും പറയലോ ഇങ്ങനെ അതായത് ദുഷ്ട എന്തോ കണ്ണുകളൊക്കെ ഉണ്ട് അങ്ങനെ. പക്ഷെ നിങ്ങൾക്ക് അതൊന്നും ഏക്കത്തില്ലെന്ന് എനിക്ക് മനസ്സിലായി. നിങ്ങൾ കർത്താവിനെ ഫോളോ ചെയ്യുന്ന അങ്ങനത്തെ പപ്പയൊക്കെ പല കാര്യങ്ങളും പറയാം. അതെ അതെ. ഞങ്ങൾ എന്തോ അവരാണെങ്കിൽ പലയിടത്തും പോകുമ്പോ ഇങ്ങനെ സമയം നോക്കും, അത് നോക്കും, ഇത് നോക്കും. പക്ഷെ നിങ്ങളെ അതൊന്നും ഏക്കത്തില്ലല്ലോ എന്നുള്ള രീതിയിൽ അവരിങ്ങനെ ചിരിച്ചുകൊണ്ട് ഇപ്പൊ പറയും. അപ്പൊ ശരിക്കും അവരും ഇങ്ങനെ നമ്മളിങ്ങനെ ദൈവത്തിന് വേണ്ടി നിൽക്കുമ്പോഴാണല്ലോ അവരും കർത്താവിനെ അറിയുന്നത്. അല്ലാതെ ശരിക്കും ഒരു വിശ്വാസത്തിന്റെ ഒരു ചുവടുവെപ്പാണ്. നമ്മള് ദൈവം നമുക്ക് വേണ്ടി ഇതെല്ലാം ചെയ്യുമെന്ന് അറിഞ്ഞോ നമ്മളിതൊന്നും കാണുന്നില്ല, ഭാവി ഇങ്ങനെയാണെന്ന്. എന്നാല് കർത്താവിനെ മാത്രമേ നമ്മൾ കാണുന്നുള്ളൂ. കർത്താവിനെ കണ്ട് നമ്മൾ ഇറങ്ങുന്നു. അതുകൊണ്ട് അങ്ങനെ പല കാര്യങ്ങളും നമ്മുടെ ജീവിതത്തിലെ കർത്താവ് ചെയ്യുന്നു. അങ്ങനെ ഒരു വിശ്വാസത്തിന്റെ ജീവിതമാണ് ക്രിസ്തീയ ജീവിതം എന്നാണ് ദൈവം എന്നെ കഴിഞ്ഞ ദിവസങ്ങളെല്ലാം ദൈവം മനസ്സിലാക്കിക്കൊണ്ടിരിക്കുന്നത്. സ്തോത്രം. ദൈവം എത്ര നല്ലവനാ, വിശ്വസ്തനാ. നമ്മൾ കർത്താവിന് വേണ്ടി ഒരാൾ ചുവട് വെക്കുമ്പോൾ, വിശ്വാസത്തോടു കൂടെ ചുവട് വെക്കുമ്പോൾ തന്നെ ആ വ്യക്തിയുടെ ഭാവിക്ക് വേണ്ടിയുള്ളതെല്ലാം കർത്താവ് കരുതും. എല്ലാം കർത്താവ് കരുതും. കാരണം സിസ്റ്റർ ജീവിതത്തിൽ അങ്ങനെ ഏകയായിട്ട് വിശ്വാസത്തിന്റെ ചുവടുകൾ വെച്ചു. മറ്റാരും നമ്മളെ ബ്രെയിൻ വാഷ് ചെയ്തതോ ഒന്നും അല്ലല്ലോ, ആരും നമ്മളെ ഫോഴ്സ് ചെയ്തില്ലല്ലോ. നമ്മുടെ കയ്യിൽ ഒരു ബൈബിള് പോലും ആരും തന്നില്ല വായിക്കാൻ പറഞ്ഞോളൂ, നമ്മൾ പോയി എടുത്ത് വായിക്കുക. അതാ. അപ്പോൾ അങ്ങനെ നമ്മൾ ചുവടുകൾ വെച്ചു. പിന്നെ വേറൊരു കാര്യമുണ്ട് സിസ്റ്റർ, നമ്മൾ ഈ അങ്ങനെയുള്ള പ്രതികൂലങ്ങളിലൂടെ പോകുമ്പോഴേ നമുക്ക് നല്ല ഉറപ്പായി ഈ ദൈവം എൻ്റെ കൂടെ ഉണ്ട്, ജീവനുള്ള ദൈവമാണ്. നമുക്കൊരു സ്വല്പമെങ്കിലും അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു സംശയം ഉണ്ടെങ്കിൽ അങ്ങനെ പിടിച്ചിരിക്കാൻ ഒക്കത്തില്ല. ആരെങ്കിലും പറഞ്ഞ് നമ്മളെ നിർബന്ധിച്ചതോ അല്ലെങ്കിൽ നമുക്കുണ്ടായ ഒരു തോന്നൽ കൊണ്ടോ ഒരു പകുതി ഒരു അർത്ഥാശങ്കയുള്ള കാര്യമാണെങ്കിൽ പ്രതികൂലം ഉണ്ടാവുമ്പോൾ പിടിച്ചു നിൽക്കാൻ പറ്റത്തില്ല. ഈ പല അനുഭവങ്ങളിലും നമ്മൾ കേൾക്കുന്നത് ഇങ്ങനെ ഒറ്റയ്ക്ക് വിശ്വാസത്തിൽ ഇറങ്ങിയ മക്കള് അവര് വലിയ പ്രതികൂലം വന്നാലും
നിങ്ങൾക്ക് യേശുവിനെ വേണോ ഞങ്ങളെ വേണോ എന്ന് ബന്ധുക്കള് അല്ലെങ്കിൽ പ്രിയപ്പെട്ടവർ ചോദിക്കുമ്പോൾ യേശുവിനെ മതി എന്ന് പറയുന്നതിന് കാരണം എന്താ? അതെ അങ്ങനെ ആരെങ്കിലും ചെയ്യുമോ? അതിന് കാരണം അതെ അവർക്ക് യേശു ഒരു തോന്നലല്ല. അതെ 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 യേശു വളരെ വ്യക്തമായിട്ട് അവരുടെ ജീവിതത്തിൽ അവർ അനുഭവിക്കുക. അതെ 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 അപ്പൊ അങ്ങനെ ഒരു അനുഭവം ഇല്ലെങ്കിൽ നമുക്കിങ്ങനെ നിൽക്കാനൊക്കത്തില്ല. അതെ അപ്പൊ അതെ ഏതെങ്കിലും ഒരു ആരെങ്കിലും പറഞ്ഞ് എന്തെങ്കിലും കേട്ട് ഇറങ്ങിയതാണെങ്കിൽ നമ്മളൊരു ഭീഷണിയോ അല്ലെങ്കിൽ തിരിച്ച ആളുകൾ അതിൻ്റെ ന്യായം പറഞ്ഞു കഴിയുമ്പോൾ നമ്മൾ ഇതാ ശരിക്കും ശരി എന്ന് പറഞ്ഞ് അങ്ങനെ പോകും. അതെ അതാണോ ശരി ഇതാണോ ശരി എന്ന് സംശയമൊന്നുമില്ല. നമ്മൾ അതെ കൃത്യമായിട്ട് അതെ കർത്താവിനെ അനുഭവിച്ചിട്ടുണ്ട്. എനിക്കൊരു അതെ സഹോദരനെ അറിയാം, നമ്മുടെ ചാനലിൽ വന്ന് സാക്ഷ്യം പറഞ്ഞതാ. ആഹാ അദ്ദേഹം ഗൾഫിൽ വെച്ചാണ് സ്നാനപ്പെട്ടത്. എന്നിട്ട് ആഹാ നാട്ടിൽ തിരിച്ചു വരുമ്പം ഉം. സ്നാനപ്പെട്ട് പിറ്റേ മാസം കണ്ട് അങ്ങ് ജോലി പോയി. നാട്ടിൽ ഓ തിരിച്ചു വരുമ്പം അമ്മ പറഞ്ഞു, മോന് വീട്ടിൽ കയറാം, പക്ഷേ ഉം. ബൈബിള് ഗേറ്റിൻ്റെ വെളിയിൽ വെക്കണം എന്ന് പറഞ്ഞു. ഓ അപ്പോൾ അവൻ പറഞ്ഞു, ബൈബിൾ ഇല്ലാതെ ഇനി എനിക്കൊരു ജീവിതമില്ല, എന്നാൽ പൊയ്ക്കോളാൻ പറഞ്ഞു. അതെ 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 അദ്ദേഹത്തിന് വീട്ടിൽ കയറാൻ പറ്റാതെ അദ്ദേഹം ബോംബെ വന്ന് കുറേ നാളുകൾ താമസിച്ചു. ഓ അപ്പോൾ അങ്ങനെ ആർക്കെങ്കിലും ചെയ്യാൻ പറ്റുമോ? അതെ 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 അങ്ങനെ ചെയ്യാനുള്ള കാരണം അവരെ സംബന്ധിച്ചിടത്തോളം വിശ്വാസം ഒരു തോന്നലൊന്നുമില്ല. അതെ അതെ അതിന് അതെ ആരൊക്കെ കൂടിയില്ലെങ്കിലും ഇങ്ങനെയുള്ള അതെ സാഹചര്യങ്ങൾ വരുമ്പോഴേ പലപ്പോഴും സഭകളാണെങ്കിലും പാസ്റ്റർമാരാണെങ്കിലും കുറച്ചൊന്ന് പേടിക്കും. കാരണം എന്തിനാ വെറുതെ വിഷയം ഉണ്ടാക്കുന്നത്? ഈ അതെ കുട്ടി അതെ അതെ യേശുവിനെ വേണമെന്ന് പറഞ്ഞാൽ നമ്മുടെ ഇടയിൽ വന്ന് നമുക്കൂടെ പ്രശ്നമാകുമല്ലോ അല്ലേ? അതെ 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 അപ്പൊ അതെ ചുരുക്കി പറഞ്ഞാൽ എങ്ങൊന്നും സപ്പോർട്ടില്ലാത്ത ആളുകളുണ്ട്. ഇപ്പം അതെ അതെ സിസ്റ്ററെ അതെ സംബന്ധിച്ചിടത്തോളം ആരെങ്കിലും ഒക്കെ കൈത്താങ്ങൽ തരാൻ ഉണ്ടായിരുന്നെന്ന് കുട്ടിക്കും. അതെ 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 പക്ഷെ എത്രയോ പേരുണ്ട് ആ സഭക്കാരും പേടിച്ച് നിൽക്കുക. അതെ അങ്ങനെയുള്ള സാഹചര്യങ്ങളില്ലേ, അവർ നിൽക്കാൻ ഒറ്റ അതെ കാരണമേ ഉള്ളൂ, ആ യേശു അവരുടെ കൂടെ ഉണ്ടെന്നുള്ളത് അവർ നന്നായിട്ട് അങ്ങ് അതെ അതെ അനുഭവിച്ചറിയങ്ങ് ബോധ്യമാകുക എന്നുള്ളത്. ഞാൻ അതെ അതെ സിസ്റ്ററുടെ സാക്ഷ്യം കേട്ടപ്പോൾ എൻ്റെ മനസ്സിൽ വന്ന ഒരു ചിന്തയതാ. ഉം, ഉം, ഉം. ആർക്കും മാറ്റാൻ കഴിയത്തില്ല. പാട്ട് പാടുമെന്ന് പറഞ്ഞല്ലോ. അതെ 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 പാട്ട് പാടി കേട്ടാൽ കൊള്ളാമെന്ന് സാന്റി മുമ്പേ എന്നോട് പറഞ്ഞു, സിസ്റ്ററോടൊന്ന് പറയണം. ആ ഹാ പാട്ട് ഒരു പാട്ടൊന്ന് മൂളി പാടുകയാണെങ്കിൽ അനുഗ്രഹമായിരിക്കും. അതെ അതെ. കർത്താവിൽ സിസ്റ്റർ സന്തോഷം പാടാം കേട്ടോ. ഒരു മിനിറ്റ് സിസ്റ്റർ, ഞാനിത് ഇവിടുന്ന് ഈ മൈക്രോഫോൺ ഒന്ന് ഓഫ് ചെയ്തിട്ട്. കർത്താവിൽ സന്തോഷം അവനിൻ ബലം പാരിതിൽ പാർക്കും നാളവനിൻ ബലം അവനെന്റെ സങ്കേതം വിശ്രാമം നാൾ തോറും അവനെന്റെ സർവവുമേ അവനെന്റെ സങ്കേതം വിശ്രാമം നാൾ തോറും അവനെന്റെ സർവവുമേ പല നാൾ കരുതി ഞാനേകനെന്ന് അന്നാളിലവനെന്നോടു ചൊല്ലി ലോകാന്ത്യത്തോളവും കൂടെയിരിക്കുന്നോൻ നിന്നോടു കൂടെയുണ്ട് ലോകാന്ത്യത്തോളവും കൂടെയിരിക്കുന്നോൻ നിന്നോടു കൂടെയുണ്ട് ബലഹീനനെന്നു ഞാൻ കരുതിയ നാൾ അന്നാളിലവനെന്നോടു ചൊല്ലി ശക്തനാക്കുന്നവൻ ബലം പകരുന്നവൻ നിന്നോടു കൂടെയുണ്ട് ശക്തനാക്കുന്നവൻ ബലം പകരുന്നവൻ നിന്നോടു കൂടെയുണ്ട് സ്നേഹിതരില്ലെന്നു കരുതിയ നാൾ അന്നാളിലവനെന്നോടു ചൊല്ലി നിത്യമാം സ്നേഹത്താൽ നിന്നെ സ്നേഹിച്ചവൻ നിന്നോടു കൂടെയുണ്ട് നിത്യമാം സ്നേഹത്താൽ നിന്നെ സ്നേഹിച്ചവൻ നിന്നോടു കൂടെയുണ്ട് അസാധ്യമെന്നു ഞാൻ കരുതിയ നാൾ അന്നാളിലവനെന്നോടു ചൊല്ലി മനുഷ്യരാൽ അസാധ്യം സാധ്യമാക്കുന്നവൻ നിന്നോടു കൂടെയുണ്ട് മനുഷ്യരാൽ അസാധ്യം സാധ്യമാക്കുന്നവൻ നിന്നോടു കൂടെയുണ്ട്
നിന്നേതനെന്നു ഞാൻ കരുതിയ നാൾ, അന്നാളിലവൻ എന്നോടു ചൊല്ലി, ക്ഷീണിച്ചു പോകേണ്ട, നിന്നെ മാനിക്കുന്നോൻ നിന്നോടു കൂടെയുണ്ട്. ക്ഷീണിച്ചു പോകേണ്ട, നിന്നെ മാനിക്കുന്നോൻ നിന്നോടു കൂടെയുണ്ട്. മനോഹരമായ പാട്ടാണ്. എനിക്ക് തോന്നുന്നു ഈ പാട്ടാണ് സിസ്റ്റർ ആ കാലത്തൊക്കെ ഇത്തിരി ബലപ്പെട്ട ഒരു പാട്ടല്ലേ? അതെ 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 അതെ. പാട്ടിൻ്റെ പിന്നിലെ ചരിത്രം അറിയാമല്ലോ അല്ലേ? ഈ ഒരു ആ, പാട്ടിൻ്റെ ഡോക്ടർ സാം തോമസ് എഴുതിയ ഓക്കെ പാട്ടാണ്. ഓക്കെ. ഒരു ആ മെഡിക്കൽ ഹാ ഡോക്ടർ എഴുതിയ പാട്ടാണ്. ഓ അപ്പോൾ അതിന് പിന്നിലൊരു കഥയുണ്ട് കേട്ടോ. ആ ഹാ ഹാ ഡോക്ടർ ഹാ. സാം തോമസ് വിശ്വാസത്തിൽ വരുന്നത് ആലപ്പുഴ മെഡിക്കൽ കോളേജിൽ പഠിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ്. ഓക്കെ ഓക്കെ ഓക്കെ. അദ്ദേഹം ഇന്ന് നോർത്ത് ഇന്ത്യയിലെ ഒരു മിഷണറി ഡോക്ടറാണ്. ഓക്കെ ഓക്കെ ഓക്കെ. അദ്ദേഹം എഴുതിയ പാട്ടാണ്. ഓ എത്ര ഭാഷയെ ട്രാൻസ്ലേറ്റ് ചെയ്യും. ആ ഹാ ഹാ എൻ്റെ ഓർമ്മ ആലപ്പുഴ മെഡിക്കൽ കോളേജിൽ നിന്ന്. ആലപ്പുഴ മെഡിക്കൽ കോളേജിൽ പഠിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഹാ ഹാ ഹാ. വിശ്വാസത്തിൽ വന്ന് ഭയങ്കര കൂട്ടുകാരെല്ലാം ഭയങ്കര എതിരായിരുന്നു. ഓ ഒരു ദിവസം എവിടെയോ മീറ്റിങ്ങിന് പോയിട്ട് അദ്ദേഹം ഉം, എവിടെയോ ഉം, കൂട്ടായ്മയ്ക്ക് പോയത്. തിരിച്ചു വന്നപ്പം ഉം, ഉം. ഹോസ്റ്റൽ റൂമിൽ അന്നത്തെ കാലത്തൊക്കെ ഈ ട്രങ്ക് പെട്ടിയാ, ആ ഹാ ഹാ ട്രങ്ക് ഹാ. ഉണ്ടല്ലോ, അതെ അതെ അതെ. പട്ടാളക്കാരുടെ ട്രങ്ക്, അതുപോലുള്ള പെട്ടി, ഇരുമ്പ് പോലുള്ള പെട്ടി. അതെ ഈ അതെ. അദ്ദേഹത്തിൻ്റെ ട്രങ്ക് പെട്ടിയും വസ്ത്രങ്ങളും ബുക്സും ആ, എല്ലാം പിള്ളേർ ഹോസ്റ്റൽ റൂമിൽ നിന്ന് എടുത്ത് വെളി ഉം, ഉം. കളഞ്ഞു. ഓ അപ്പം അതെല്ലാം പിറക്കി ആ ഹാ ഹാ. ഒരു മരത്തിൻ്റെ ചുവട്ടിൽ കൊണ്ടുവച്ചിട്ട് ആ ആ ഹാ ഹാ. ട്രങ്ക് പെട്ടിയിൽ ഇരുന്നു കൊണ്ട് എഴുതിയ പാട്ടാ. ഓ ആ സ്തോത്രം. പാട്ടിൻ്റെ പിന്നിൽ ഒരു വലിയ സ്റ്റോറിയുണ്ട്. അതെ 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 അതെ. ദൈവത്തിന് സ്തോത്രം ചെയ്ത്. അപ്പോൾ ആ പാട്ട് സ്തോത്രം. സമാനമാകുന്ന ജീവിത സാഹചര്യത്തിലൂടെ പോയപ്പോൾ സിസ്റ്ററെ ബലപ്പെടുത്തി. ഇന്നും എത്രയോ അതെ പേരെ ബലപ്പെടുത്തി കൊണ്ടിരിക്കുന്നല്ലേ. പല അതെ നാൾ അതെ കരുതി അതെ ഞാൻ ഏകനെന്ന നാളിൽ അവൻ അതെ എന്നോട് ചൊല്ലി. അതെ അതെ അങ്ങനെ ഒരു ഒറ്റപ്പെട്ട ഒരു അല്ലേ, വീട്ടുകാരൊക്കെ നമ്മളെ അതെ വീട്ടിൽ കൊണ്ട് അതെ. ആക്കിയ എത്ര നാളുണ്ടായിരുന്നു അങ്ങനെ? ഉം, 1.5 വർഷത്തോളം. 1.5. അയ്യോ, അതെ അതെ. 1.5 വർഷത്തോളം. അതും നമ്മളൊരു പ്രൊഫഷനൊക്കെ പഠിച്ചു കഴിഞ്ഞിട്ടല്ലേ, അതെ 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 ആ പ്രൊഫഷൻ ഒന്നും ചെയ്യാൻ പറ്റാതെ. അതെ അതെ. ദൈവത്തിൻ്റെ സ്തോത്രം. എന്നാലും അതെ കർത്താവ് എത്ര വിശ്വസ്തനായിരുന്നു. നിങ്ങളുടെ അതെ 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 തക്കതായൊരു തുണ. അതെ രണ്ടുപേരും ഒരേ പ്രൊഫഷനിൽ നിൽക്കുന്നവർ. അതെ അതെ ഇതൊക്കെ ദൈവത്തിൻ്റെ വലിയ കരുതലാണ് കേട്ടോ. അതെ 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 ദൈവത്തിൻ്റെ വലിയ കരുതലാണ്. തീർച്ചയായും. അതെ. ആ, എന്നെ കേൾക്കുന്ന പ്രേക്ഷകരിൽ ആർക്കെങ്കിലും ഇങ്ങനെയുള്ള സാഹചര്യങ്ങളിലൂടെ ഒക്കെ പോകുന്നുണ്ടെങ്കിൽ നിങ്ങളെ ബലപ്പെടുത്താൻ വേണ്ടി പറയുക. കർത്താവ് കൂടെ ഇരിക്കും. നിങ്ങൾക്ക് അതെ വേണ്ടിയുള്ള കരുതും, നിങ്ങളുടെ തലമുറയ്ക്ക് വേണ്ടിയുള്ള കരുതും. കർത്താവ് അതെ. വിശ്വസ്തയോടുകൂടെ നിന്നാൽ മതി. ഉം. തൽക്കാലത്തേക്ക് നമുക്ക് സങ്കടങ്ങളും കയ്പുകളും ഒക്കെ ഉണ്ടെങ്കിലും പിന്നത്തേതിൽ ദൈവം വിഷയങ്ങളൊക്കെ മാറ്റും. മധുരിക്കുന്ന അനുഭവങ്ങൾ തരും, മാറയെ മധുരമാക്കും. സിസ്റ്ററെ, അതെ. അനുഭവങ്ങൾ വിട്ടുപോയ എന്തെങ്കിലും അനുഭവങ്ങൾ, മറക്കാനാവാത്ത അനുഭവങ്ങൾ, ജീവിതത്തിൽ കർത്താവിനെ രുചിച്ചറിഞ്ഞ അനുഭവങ്ങൾ എന്തെങ്കിലും വിട്ടുപോയിട്ടുണ്ടെങ്കിൽ പറയാം കേട്ടോ. ഇല്ല എല്ലാം ശരി. കംപ്ലീറ്റ് ആയെന്ന് പേരൻസ് തോന്നുന്നു. വിവാഹത്തിന് പേരൻസ് ഒക്കെ എല്ലാം ആ ഉണ്ടായിരുന്നില്ലേ? വിവാഹത്തിന് സന്ദീപേട്ടന്റെ പേരൻസ് അപ്പോഴത്തേക്ക് അങ്ങ് കുഴപ്പമില്ലാത്ത രീതിയിലായിരുന്നു. മോന് മോന്റെ ഇഷ്ടത്തിനെ നിക്കത്തുള്ളൂ. അവര് വേറെ ഏതിന് പ്രപ്പോസൽ കൊണ്ടുവന്നാലും സമ്മതിക്കത്തില്ല. അങ്ങനെ സന്ദീപേട്ടന്റെ പേരൻസ് 100% സമ്മതമായിരുന്നു. എന്നാൽ എന്റെ സൈഡിൽ നിന്ന് ഒട്ടും സപ്പോർട്ടില്ലായിരുന്നു. അങ്ങനെ സ്പെഷ്യൽ മാരേജ് ആക്ട് പ്രകാരമൊക്കെയാ വിവാഹമൊക്കെ നടന്നത്. പിന്നീട് സന്ദീപേട്ടന് പഴയ വീട്ടിൽ വെച്ച് തന്നെ ആയിരുന്നു. അതായിരുന്നു ഓഡിറ്റോറിയം ഞങ്ങളുടെ അവിടെ. ഒരു 12 പേര്, കുറച്ച് പേര്, 20ന്റെ താഴെ പേര് ആൾക്കാരും, എന്നാൽ അനേക ദൂതന്മാരുണ്ടായിരുന്നു എന്ന് ഞങ്ങൾ പറയും. അങ്ങനെ എൽഡേഴ്സ് ഒക്കെ അവിടെ വന്ന് അതേ ഈ സ്പെഷ്യൽ മാരേജ് ആക്ട് അവിടെ നടന്നതിന് ശേഷം ഇവിടെ വന്ന് ചർച്ചിന്റെ എൽഡേഴ്സ് കണ്ടക്ട് ചെയ്യുക ചെയ്തത്, സന്ദീപേട്ടനെ പഴയ വീട്ടിൽ വെച്ച് തന്നെ. ശരി ശരി. കർത്താവിനെ സ്തോത്രം ചെയ്ത് നമുക്ക് അവരൊക്കെ ശരിയാണ് അവരുടെ ഭാഗത്തു നിന്ന്. കാരണം അവരുടെ ഒരു മകള് അവരുടെ വിശ്വാസം, അതെ ആ ഒരു പാരമ്പര്യം, സംസ്കാരമൊക്കെ അതെ വിട്ടുപോകുമ്പോൾ അവർക്ക് പെട്ടെന്ന് അതെ ആർക്കും ഉൾക്കൊള്ളാൻ പറ്റത്തില്ല. അതെ അതെ എന്നാൽ അതെ പിന്നീട് കുറെ കഴിയുമ്പോഴാണ് മനസ്സിലാകുന്നത് അതെ എന്താണ് അങ്ങനെ ഒരു അതെ തീരുമാനം മോൾ അല്ലെങ്കിൽ മകൻ എടുക്കാൻ കാരണം. അതിനല്പം അതെ സമയം അതെ എടുക്കുമ്പോൾ അവർക്ക് മനസ്സിലാകുമ്പോൾ അതെ അതെ നമ്മൾ തീർച്ചയായും. തെറ്റിലേക്കൊന്നും പോകുന്നില്ലല്ലോ, നമ്മൾ ജീവിതം അതെ അതെ തകർക്കാനൊന്നും പോകുന്നില്ലല്ലോ. അതെ അതെ നമ്മൾ അനുഗ്രഹിക്കപ്പെടുകയല്ലേ, നമ്മുടെ അതെ ജീവിതം തീർച്ചയായും. നന്നാകുകയല്ലേ.
അതെ സിസ്റ്ററെ സംബന്ധിച്ചിടത്തോളം ജാതക ദോഷം അതെ അത് ഇത് എന്നെല്ലാം പറയുമ്പോൾ അത് അവർ പറഞ്ഞത് ഇതൊന്നും നിങ്ങൾ കേൾക്കത്തില്ലെന്ന്. അതെ അതെ നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മൾ നാളെ നോക്കാറ് പോലും ഇല്ലല്ലോ. അതെ 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 അപ്പം അങ്ങനെ ജാതകം നോക്കിയിട്ടാണ് നമ്മുടെ കല്യാണങ്ങൾ നടക്കുന്നത്. അതെ അപ്പം അങ്ങനെയൊക്കെ നോക്കാൻ പോവുകയാണെങ്കിൽ ആ അതെ കല്യാണങ്ങളൊക്കെ ആളുകൾ പറയും അങ്ങനെ ഇങ്ങനെന്നൊക്കെ പറയും. പക്ഷെ അതൊന്നും അതെ നമുക്ക് കേൾക്കത്തില്ല. കാരണം ഈ നക്ഷത്രങ്ങൾക്ക് ഒക്കെ അതെ അപ്പുറമായിട്ട് അതെ അതെ ഈ കർത്താവ് നക്ഷത്രങ്ങളെല്ലാം സൃഷ്ടിച്ച കർത്താവാണ് അതെ അതെ നമ്മുടെ കൂടെ. കർത്താവ് കൂടെ ഉണ്ടെന്ന് തന്നെയല്ല സിസ്റ്റർ എഫേസ്യ ലേഖനം പറയുന്നത് ഉം. 2-ാം അധ്യായത്തിൽ നമ്മെ ക്രിസ്തുവിനോട് കൂടെ ഉയർപ്പിച്ച് സ്വർഗ്ഗസ്ഥലത്ത് ഇരുത്തിയിരിക്കുന്നെന്ന്. അതെ അതെ അപ്പോൾ അതെ 1-ാം അധ്യായത്തിൽ പറയുന്നത് സ്വർഗ്ഗസ്ഥലം എന്ന് പറഞ്ഞാൽ എല്ലാ വാഴ്ചയ്ക്കും എല്ലാ അധികാരത്തിനും മുകളിലുള്ള സ്ഥാനമാണ് യേശുവിൻ്റെ അതെ സ്ഥാനം, അതെ യേശുവിനോട് കൂടി അതെ ഇരുത്തിയിരിക്കുന്നത്. അതെ അപ്പം അതെ സകല നക്ഷത്രമണ്ഡലങ്ങൾക്കും ഉം. ഇപ്പോഴുള്ളതിനും ഉള്ളതിനും ഒക്കെ അപ്പുറമായ എല്ലാ അധികാരങ്ങൾക്കും മുകളിൽ കർത്താവ് അതെ നമ്മളെ ഇരുത്തിയിരിക്കുക. അപ്പോൾ ഈ നക്ഷത്രങ്ങൾ, അതെ ഈ പറഞ്ഞ എല്ലാ രാശി, കേതു, ഈ ചക്രങ്ങളെല്ലാം നമ്മുടെ കാൽച്ചുവട്ടില്ല. അതെ അപ്പം അതെ അതിൻ്റെ ഒരു എഫക്റ്റ് ഒരു ദൈവവേദന ഉണ്ടാകത്തില്ല. ലോക അതെ മനുഷ്യർക്ക് ഉണ്ടാകുമായിരിക്കും. കാരണം അവരതിന് അതെ കീഴില്ല, അതെ നമ്മൾ അതെ അതിൻ്റെ മുകളില്ല. അതെ അതെ അതാ അതിൻ്റെ വ്യത്യാസം. സിസ്റ്റർക്ക് തന്നെ പ്രാർത്ഥിക്കാം കേട്ടോ. നമ്മുടെ വ്യൂവേഴ്സിന് വേണ്ടി ചുരുക്കമായിട്ടൊന്ന് പ്രാർത്ഥിക്കാം. ആ. സ്നേഹം നിറഞ്ഞ സുഹൃത്ത് പിതാവേ, കർത്താവേ, അങ്ങയുടെ സാന്നിധ്യം ഈ മീറ്റിങ്ങിലോ ഉടനീളം ഉണ്ടായിരുന്നല്ലോ കർത്താവേ. കർത്താവേ, ഞങ്ങളുടെ എല്ലാ കർത്താവേ ജീവിതത്തിന്റെ എല്ലാ സാഹചര്യവും ഞങ്ങൾ ഏതൊക്കെ സാഹചര്യത്തിലൂടെ പോകുന്നു കർത്താവേ, അവിടെ എല്ലാം കർത്താവേ അങ്ങയുടെ സാന്നിധ്യം ഉണ്ടല്ലോ കർത്താവേ. അങ്ങ് ഞങ്ങളെ അവസാനത്തോളം കൈപിടിച്ച് നടത്താൻ ശക്തൻ ആണല്ലോ കർത്താവേ. അങ്ങയുടെ മുഖത്തേക്ക് മാത്രം നോക്കി കർത്താവേ ഞങ്ങൾ ഓരോരുത്തരും കർത്താവെ ജീവിപ്പാൻ ഞങ്ങളെ സഹായിച്ചാട്ടെ. ഞങ്ങളായിരിക്കുന്ന ഇടത്തിലെ കർത്താവെ അങ്ങയുടെ ഒരു പ്രകാശമായിട്ട് ആയിരിക്കാനോ മറ്റനേകരെ കർത്താവെ ഇരുട്ടിൽ നിന്ന് കർത്താവെ അങ്ങയുടെ പ്രകാശത്തിലേക്ക് കൊണ്ടുവരുവാൻ തക്കവണ്ണം കർത്താവെ ഞങ്ങളെ ഓരോരുത്തരെയും കർത്താവെ അങ്ങയുടെ പരിശുദ്ധാത്മാവിനാൽ നിറച്ചാട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവെ. പ്രത്യേകിച്ച് സാറും മാഡവും ചെയ്യുന്ന ഈ ഒരു ശുശ്രൂഷയെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു കർത്താവെ. അനേകർ കർത്താവെ അങ്ങേ കർത്താവെ അറിയാനും അങ്ങയുടെ വചനത്തില് കർത്താവെ വേരൂന്നി ബലപ്പെട്ട് മുമ്പോട്ട് വരുവാനും കർത്താവെ ഇടയാണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. അധൈര്യമായിട്ടിരിക്കുന്ന ഒരു ധൈര്യത്തോടെ മുമ്പോട്ട് വരുവാനും കർത്താവെ ശക്തരായിട്ട് ഇരിക്കുന്ന ഒരു ശക്തിയോടെ മുമ്പോട്ട് വരുവാനും അങ്ങയുടെ പരിശുദ്ധാത്മാവിനാൽ നിറയപ്പെട്ട് കർത്താവെ മുമ്പോട്ട് വരുവാനും കർത്താവെ അനേകരെ അങ്ങ് കർത്താവ് ഈ മീറ്റിങ്ങിലൂടെ കർത്താവെ സഹായിച്ചാട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. സിസ്റ്ററിനെയും ബ്രദറിനെയും കർത്താവെ അങ്ങ് കർത്താവെ അങ്ങയുടെ പരിശുദ്ധാത്മാവിനാൽ നിറച്ചാട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവെ. അതുപോലെ അവരുടെ മക്കളെ അനുഗ്രഹിച്ചാട്ടെ കർത്താവ്. ചെയ്യുന്ന എല്ലാ ശുശ്രൂഷയിലും കർത്താവ് അങ്ങ് കൂടെ ഇരിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവെ. കർത്താവെ ഈ മീറ്റിംഗ് കർത്താവെ അത് ലിസൺ ചെയ്യുന്ന കർത്താവെ എല്ലാവരെയും കർത്താവെ അങ്ങ് അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവെ. അങ്ങയുടെ സ്നേഹം രുചിച്ചറിയുവാനും അങ്ങയുടെ കരം പിടിച്ച് നടക്കുവാനും ഞങ്ങളെ ഓരോരുത്തരെ അങ്ങ് സഹായിച്ചാട്ടെ. സകല യേശുവിന്റെ നാമത്തിൽ അപേക്ഷിക്കുന്നു, കൃപയോടെ കേൾക്കുമാറാകണമേ. ആമേൻ. ആമേൻ, ആമേൻ, ആമേൻ. പിതാപുത്ര പരിശുദ്ധാത്മാവാകുന്ന ത്രിയേക ദൈവത്തിൻ്റെ കൂട്ടായ്മ, സഹവാസം, കാവൽ നാം എല്ലാവരുടെ മേലും പ്രത്യേകമായി നമ്മുടെ നടുവിൽ കടന്നു വന്ന് ജീവിതാനുഭവങ്ങൾ പങ്കുവച്ച പ്രിയ ഡോക്ടർ ശ്രീകല, തൻ്റെ കുടുംബം, തൻ്റേതാകുന്ന എല്ലാ ജീവിതാനുഭവങ്ങളും ശുശ്രൂഷകളുടെ മേലും ഇന്നു മുതൽ എപ്പോഴും എന്നേക്കും ഉണ്ടായിരിക്കും അടക്കട്ടെ. ആമേൻ, ആമേൻ. താങ്ക് യു സിസ്റ്ററെ, നന്ദി പറയുന്നു. ദൈവം നിങ്ങൾ ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ കുടുംബമായിട്ട്. താങ്ക് യു സിസ്റ്റർ. ഞങ്ങളുടെ എല്ലാം നന്ദി, സ്നേഹം അറിയും. ഒത്തിരി ബ്ലെസ്ഡ് ആയിട്ടുള്ള സെക്ഷൻ ആയിരുന്നു. കർത്താവിൻ്റെ മുഖത്തേക്ക് നോക്കി ഇറങ്ങി ആരും ഇതുവരെ ലയിച്ചു പോയിട്ടില്ല. ആ സാക്ഷ്യമാണ് നമ്മൾ കേട്ടത്. പിന്നെയും ഡോക്ടറെ കുടുംബമായിട്ട് കർത്താവ് ശക്തമായിട്ട് ഉപയോഗിക്കട്ടെ, കുഞ്ഞുങ്ങളെ അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. പ്രൈസിൽ പ്രേക്ഷകരോട് നന്ദി പറയുന്നു. താങ്ക് യു ഓൾ. ഗോഡ് ബ്ലെസ് യു.